ഞാനായിട്ട് തന്നെ ഉപേക്ഷിച്ചൊരു വിളിയാണ് ദൈവവിളി. അപ്പനും അമ്മയും പോലും നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ രൂപവും നമ്മുടെ ഒന്നും നമ്മളാരും സ്വന്തമാക്കിയതല്ല. അപ്പം ഇന്നിപ്പോൾ 20 വർഷമായി എന്ന് പറയുമ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും എൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് അഭിമാനവും പിന്നെ എന്താ പറയുക, ആത്മസംതൃപ്തി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ മടത്തി പോകുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എന്നാൽ എൻ്റെ കൊച്ചു പൊക്കോട്ടോ നല്ല കാര്യം അങ്ങനെ പറഞ്ഞ് വിടുന്ന ഒരു പേരൻസ് ഞങ്ങൾക്കും ഇല്ല. ഓക്കെ, ഇത് ഇത്രയും വെല്ലുവിളി നിറഞ്ഞതാണെങ്കിൽ എന്നാൽ പിന്നെ ഇതൊന്ന് നോക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം. എല്ലാവരും പറയും ദൈവവിളി നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറയാറുണ്ട്. ഇത് ഞങ്ങളാരും തിരഞ്ഞെടുത്തതല്ല ഇത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആൻറ്റി നമ്മുടെ സാൻജോ ഹോസ്പിറ്റലിൽ പ്രിൻസിപ്പളാണ്. അപ്പോൾ അവിടെ നഴ്സിങ്ങിന് ഓൾറെഡി അഡ്മിഷനൊക്കെ ആയി, അവിടെ ചേരാം, നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയുക, ദൈവം ചതിച്ചു. എൻ്റെ വൊക്കേഷൻ തികച്ചും വ്യത്യസ്തമാണെന്ന് വെച്ചാൽ ഒരിക്കലും സിസ്റ്റർ ആകരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നൊരു സംഭവം, അതായത് പ്രാർത്ഥനയിൽ അത്രയും ഒരു വിശ്വാസം വന്നത് ആ ഒരു സമയത്തായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് വിടണമെന്നായിരുന്നു. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മളോട് ഇങ്ങനെ പറയും വലുതാകുമ്പോൾ കളക്ടർ ആവണം, സിവിൽ സർവീസിന് പോകണം. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഡാഡിയുടെ മമ്മിയോട് ചെന്ന് ചോദിച്ചു ഇങ്ങനെ പൊയ്ക്കോട്ടെ. അപ്പം മമ്മി പറഞ്ഞു എൻ്റെ കൊച്ചെ മഠത്തിലൊക്കെ എന്നാ നടക്കുന്നത് നിനക്കറിയാവോ, പോവും, അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. ഈ ഒരു സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പം ഞങ്ങൾ ആരും ഒരേ അച്ചിൽ വാർത്തെടുക്കപ്പെട്ടവരല്ല. തെറ്റായ ഒരു സന്ദേശം പറയുമ്പോൾ ഇതാണ് സന്യാസം എന്ന്, ഞങ്ങളിവിടെ സന്യാസം ഇത്രയും പേര് 40,000 പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അത് ജീവിക്കാത്തവർ അവിടെ നിന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഈ ലോകത്തോട് ഗട്ട്സ് ഉള്ളവരാണ് സിസ്റ്റേഴ്സ് ആവാൻ മുൻപോട്ട് വരുന്നത്. ചങ്കൂറ്റം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സുന്ദരം ഈ ജീവിതം സന്യാസം ഈ ഭൂമിയിൽ. യേശുവിനൊപ്പം ഒരു ഹൃദയവും ഒരു ആത്മാവും ഒരു ഇച്ഛയുമായിക്കൊണ്ട് അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെയെല്ലാം തൻ്റെ ഈ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി തരണം ചെയ്ത് അവരുടെ യഥാർത്ഥ ആനന്ദം കണ്ടെത്തി സന്യാസം ഒരു ആഘോഷമാക്കി മാറ്റിയ 6 സമർപ്പിതരാണ് ഈ സമർപ്പിത ദിനത്തിൽ നമ്മോടൊപ്പമുള്ളത്. ഈ സമർപ്പിത ദിനത്തിൽ കത്തോലിക്ക സഭയെ താങ്ങി നിർത്തുന്ന സന്യസ്ത സമൂഹം, അവരുടെ പ്രതിനിധികളായിട്ട് 6 പേർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് നേരം ഈ സന്യാസത്തെക്കുറിച്ച്, സന്യാസത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് അവരുമായി ഒന്ന് സംസാരിക്കാം. സമർപ്പിത ദിനത്തിലെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത സഭാസമൂഹത്തിലെ സിസ്റ്റേഴ്സാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കൂടുതൽ പരിചയപ്പെടാം. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ഞാൻ സിസ്റ്റർ ജോസിയ, SD കോൺഗ്രിഗേഷനിലെ കോതമംഗലം പ്രോവിൻസിൻ്റെ അംഗമാണ് ഞാനിപ്പോൾ തൊടുപുഴ മഠത്തിലായിരുന്നുകൊണ്ട് ഇടുക്കി ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ സിജിന ജോർജ്, MLF കോൺഗ്രിഗേഷൻ മിഷണറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവർ ചങ്ങനാശ്ശേരിയിലാണ്. ഞാനിപ്പോൾ ഫോർമേഷനിലാണ്. സിസ്റ്റേഴ്സ് ആകാൻ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്ന ആ ഒരു മേഖലയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഒപ്പം വൊക്കേഷൻ പ്രൊമോട്ടറും കൂടിയാണ്. നല്ലൊരു പാട്ടുകാരിയാണ് അല്ലേ? എൻ്റെ പേര് സിസ്റ്റർ തെരേസ് മാരി. ഞാൻ എറണാകുളം പ്രോവിൻസ് SABS ആരാധന സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. കൊരട്ടിയിലുള്ള LFLP ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ കൊരട്ടി ഫൊറോനയുടെ കാറ്റീസത്തിൻ്റെ ചാർജും കൂടി ഉണ്ട്. ഞാൻ സിസ്റ്റർ മിൻഡോ, മലയാറ്റൂരുള്ള ദേവദാൻ സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷനിൽ പെട്ടതാണ്. ഞാൻ ഇപ്പോൾ സുപ്പീരിയർ ജനറലായിട്ട് സേവനം ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ ആനി അഹല്യ പാണങ്കാട്ട്. ഞാൻ ആരാധനാ സന്യാസിനി, വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹം കോതമംഗലം പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ പഠിക്കുകയായിരുന്നു. ഇപ്പം നെറ്റ് എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം പരിശുദ്ധ കുർബാനയെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ ആൻഡ്രീസ പുത്തിരിക്കൽ, MST സന്യാസിനി സമൂഹത്തിൻ്റെ നിർമ്മല പ്രൊവിൻസിൻ്റെ ഒരു അംഗമാണ്. ഞാനിപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസ് കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിനായി നിൽക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വളരെ സന്തോഷകരമായ ദിവസമാണ്. സന്യസ്തരുടെ സഭ സന്യസ്തരെ ഓർക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണ്. അതിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ആദ്യമേ തന്നെ രണ്ടുപേർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും ഞാൻ നേരുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ സന്യസ്തരം മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നുണ്ട്.
ഒരുപക്ഷെ യേശുവിനെ നിങ്ങൾ പണ്ട് മുതലേ കൂടെ കൂട്ടിയവരാണ്. ആ ഒരു തേജസ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു പോസിറ്റീവ് നിങ്ങളുടെ മനസ്സിലും മുഖത്തും എപ്പോഴും കാണുന്നത്. അപ്പോൾ നിങ്ങൾ പോയ വഴികളിലൊക്കെ അത്തരം ഒരുപാട് പോസിറ്റീവ് എനർജി ഒരുപാട് വ്യക്തികളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സഭയിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും കോൺഗ്രിഗേഷൻ നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു സഭയെ തിരഞ്ഞെടുത്തതും അല്ലെങ്കിൽ ദൈവവിളിയിലേക്ക് വരാനുള്ളൊരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇവിടെ 20 വർഷം മുതൽ അല്ല 1 വർഷമായവരെ ഉടുപ്പിട്ടിട്ട് വർഷമായ സിസ്റ്റേഴ്സ് വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പം 1 വർഷമായുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യാം, എന്തുകൊണ്ട് കന്യാസ്ത്രീയായി? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലേ 1 വർഷമായിട്ടുള്ളൂ, ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാവിധ കോളേജ് എല്ലാ ഇതും കഴിഞ്ഞ് വന്നാണ്. എനിക്ക് തോന്നുന്നു ഈ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതലായിട്ട് ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം സിസ്റ്റേഴ്സും സന്യസ്തരൊക്കെ വളരെയധികം അവഹേളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് സിസ്റ്റർ പഠിച്ചതും കോളേജ് പഠിച്ചതും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതും സോഷ്യൽ മാധ്യമങ്ങളുടെ. എന്നിട്ടെടുത്ത തീരുമാനമാണ് എനിക്കൊരു കന്യാസ്ത്രീ ആവണമെന്ന് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്തായിരുന്നു വൊക്കേഷൻ, എങ്ങനെയായിരുന്നു സന്യാസമൂഹത്തിലേക്ക് കടന്നു വന്നത്? എൻ്റെ വീട് എറണാകുളമാണ്. അപ്പോൾ ഞാൻ വളർന്നതൊക്കെ ഒരു സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവിധ വെല്ലുവിളികളും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ അറിഞ്ഞും കേട്ടും തന്നെയാണ് ഞാനും വളർന്നതും. ചെറുപ്പകാലത്ത് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഇങ്ങനെ സിസ്റ്റർ ആവണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വളർന്നു വന്നപ്പോൾ തീർച്ചയായും ലോകത്തിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും നമ്മളിലേക്ക് വന്നപ്പോൾ തീർച്ചയായും എറണാകുളം സെൻറ്റ് തെരേസാസിലാണ് ഞാൻ 10th വരെ പഠിച്ചത്. +1 +2 സെൻറ്റ് മേരീസിൽ. അപ്പം ഞാനായിട്ട് തന്നെ ഉപേക്ഷിച്ചൊരു വിളിയാണ് ദൈവവിളി. പിന്നെ എൻ്റെ ഈശോയോടുള്ള സ്നേഹം അത് കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം, നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണത്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും അതിനകത്ത് അത് ഏറ്റവും ഡെഡിക്കേറ്റഡായിട്ട് ആ വിശ്വാസം അവർക്ക് കൈമാറിക്കിട്ടിയ വിശ്വാസം അതുപോലെ തന്നെ മക്കളിലേക്ക് അവർ പകർന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പച്ചനും അമ്മയും എനിക്ക് നല്ലപോലെ വിശ്വാസം, ഞങ്ങൾ 3 പെൺമക്കളാണ്, ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പോൾ സ്നേഹത്തോടും ലാളനയോടൊപ്പം തന്നെ വിശ്വാസവും അതിൻ്റെ ശിക്ഷണത്തോടു കൂടെ തന്നെ ഞങ്ങൾക്ക് നൽകി. അപ്പം ഈശോയെ കുഞ്ഞുനാൾ തൊട്ട് സ്നേഹിക്കാനുള്ളൊരു പ്രചോദനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളർന്നു വന്നപ്പോൾ നമ്മൾ പിന്നെ ലോകത്തിൻ്റെതായ എല്ലാ ബിസിനസ്സുകളിലും പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, വേണ്ട, എന്തിനാണൊരു സിസ്റ്ററായിട്ട് ജീവിക്കുന്നത്, എന്തിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ തന്നെ ഞാനും ചിന്തിച്ചൊരു വ്യക്തി തന്നെയാണ്. അപ്പം ഞാൻ തന്നെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാം, നിനക്ക് വേണ്ടി ജീവിക്കാം, പക്ഷേ സിസ്റ്ററായിട്ട് നീ എന്നെ വിളിക്കല്ലേ ഈശോയെ, പ്ലീസ് ഈശോയെ. ഞാൻ തന്നെ ഈശോയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണം ചെയ്യാം, മിഷണറി പ്രദേശത്ത് പോകണോ അത് ചെയ്യാം, എല്ലാം ഞാൻ ഈശോയോട് പറഞ്ഞു. പക്ഷേ സിസ്റ്ററായിട്ട് ഈശോയെ പ്ലീസ് അത് മാത്രം എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനും പദ്ധതിയും അത് പണ്ടോട്ട് ഈശോ ഉണ്ടാക്കി വെച്ചേക്കണം. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം അപ്പനും അമ്മയും പോലും നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ രൂപവും നമ്മുടെ ഒന്നും നമ്മളാരും സ്വന്തമാക്കിയതല്ല, അതെല്ലാം ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വിളിയും അനാദി തന്നെ ഈശോ നമുക്ക് തന്നിരിക്കണമെന്നാണ്. ഇന്നും ഓരോരുത്തർക്കും അത് നൽകുന്നുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ളൊരു വെല്ലുവിളി ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ മിക്കവരും പറയും സമർപ്പിത ജീവിതത്തിൽ നോക്കി ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് ഇന്നും പറയുന്നു അന്നും പറഞ്ഞിരുന്നു അവർക്കൊരു ഗട്ട്സ് ഇല്ലാത്തവരാണ്, അവരിങ്ങനെ ഒതുങ്ങിക്കൂടുന്നവരാണ്. പക്ഷേ ഞാൻ പറയുന്നു ഈ ലോകത്തോട് ഗട്ട്സ് ഉള്ളവരാണ് സിസ്റ്റേഴ്സ് മുൻപോട്ട് വരുന്നത്. ചങ്കൂറ്റമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുത്തത്. വെല്ലുവിളികൾ കണ്ടുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് തന്നെയാണ് സിസ്റ്ററായത്. ഞാനിപ്പോൾ സിസ്റ്ററായിട്ട് 1 വർഷവും 3 മാസവും ആയി. എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഈ സന്യാസം ആഘോഷമാക്കാതിരുന്നിട്ടില്ല, ആനന്ദമാക്കാതിരുന്നിട്ടില്ല. അത് അതിൻ്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എൻ്റെ സന്തോഷം. അപ്പോൾ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാനും ജീവിക്കുന്നത്. ഓരോ സിസ്റ്റേഴ്സിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കിക്കോ, സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ചങ്കൂറ്റമില്ലാത്തവരല്ല, ഞങ്ങൾ ചങ്കൂറ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിളി തിരഞ്ഞെടുക്കാൻ കാരണം ഇത് തന്നെയാണ്. എനിക്ക് ഗട്ട്സ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പുറകോട്ട് പോയത്. പക്ഷേ എനിക്ക് ഗട്ട്സ് വന്നപ്പോൾ, ചങ്കുറപ്പ് വന്നപ്പോൾ, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം വന്നപ്പോഴാണ് ഞാൻ ഈ വിളി തിരഞ്ഞെടുത്തത്. ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ MSJ സമൂഹത്തിൽ ചേർന്നത്? ഞങ്ങൾ MSJക്കാർ പൊതുവെ രോഗി ശുശ്രൂഷ മേഖലയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്.
അപ്പം എൻ്റെ അമ്മയുടെ അനിയത്തി ഈ കോൺഗ്രിഗേഷനിലുണ്ട്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു ഒരിക്കലും ഈ സഭയിലേക്ക് ചേരരുതെന്ന്. കാരണം ആൻറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശോ വേറെ ഏതെങ്കിലും സഭയിലേക്ക് പോകാം, എന്തായാലും വരുമല്ലേ, അപ്പോൾ ഇനി ഇല്ലാത്തിടത്തേക്ക് ഞാൻ പോകാം, ഒരാൾ വീട്ടിൽ നിന്ന് ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ആൻറ്റി അറിഞ്ഞതുകൂടിയില്ല എനിക്കിങ്ങനെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിളിയുള്ള കാര്യം. പക്ഷേ കറക്കി തിരിച്ച് എന്നെ ഈശോ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പം ഇനിയിപ്പോൾ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് എന്താണ് പദ്ധതി അതനുസരിച്ച് മുൻപോട്ട് പോവുക. അതിപ്പോൾ കാലാകാലങ്ങളിൽ നമ്മുടെ അധികാരികളിലൂടെയൊക്കെ നമ്മൾ പറയും, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈശോ നമുക്ക് തന്നിരിക്കുന്നൊരു ക്യാരിസമുണ്ട് ഓരോരുത്തരുടെ ഉള്ളിൽ, അതനുസരിച്ച് മുൻപോട്ട് പോവുക. ഒരു വർഷം തേഞ്ഞതിൻ്റെ ഒരു ഹണിമൂൺ കാലഘട്ടത്തിലൂടെയാണ് സിസ്റ്റർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഊർജ്ജമൊക്കെ ഉണ്ട്. 20 വർഷമായിട്ടുള്ള 2 സിസ്റ്റർ, 19 20 വർഷമായിട്ടുള്ള സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഒന്ന് പറയും എങ്ങനെയാണ് സിസ്റ്റർ ഇപ്പോൾ ആദ്യം വന്നിട്ട് ഇപ്പോൾ 20 വർഷം സഭയിൽ നിന്നു, സിസ്റ്റർ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ, സിസ്റ്റർ പറഞ്ഞു എങ്ങനെയാണെന്നൊന്ന് പറയും. എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ എനിക്ക് സിസ്റ്റർ ആകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പപ്പയുടെ 2 പെങ്ങന്മാർ സിസ്റ്റർമാരാണ്. പിന്നെ മമ്മിയുടെ വീട്ടിലാണെങ്കിലും കസിൻസ് സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ കുടുംബത്തിലെ അച്ഛന്മാരുണ്ട്. പപ്പയുടെ അനിയൻ അച്ഛനാണ്, മമ്മിയുടെ ഒരു അങ്കിൾ അച്ഛനാണ്. അങ്ങനെ ഒരു സിസ്റ്റർമാർ ഉള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ പിന്നെ ഈ ആൻറ്റിമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞാനും ഇങ്ങനെ ഈ നേരത്തേക്ക് ഇങ്ങനെ തോർത്തൊക്കെ തലയിലിട്ട് അങ്ങനെ ഭയങ്കര സിസ്റ്റർ അങ്ങനെ ഒരു വേഷമൊക്കെ ഇട്ടൊക്കെ അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് മടത്തി പോകണമെന്ന് ഭയങ്കര. അപ്പോൾ വീട്ടിലറിയാതെ ഞാനൊരു മിഷൻ ഒരു കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്റേഴ്സിന്, അത് ഏത് കോൺഗ്രിഗേഷനാണെന്ന് പോലും ഇപ്പോൾ എനിക്കറിയില്ല, സ്കൂളിൽ കാണാൻ വന്നതാണ്. അപ്പോൾ അവർക്ക് ലെറ്ററൊക്കെ എഴുതി എനിക്ക് മറുപടിയൊക്കെ വന്നു. അന്നേരമാണ് വീട്ടിൽ അറിയുന്നത് പോലും. അപ്പോൾ എനിക്ക് മിഷനിൽ പോകുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നേരം വീട്ടിൽ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പക്വതയും തീരുമാനം എടുക്കാനുള്ള പക്വതയൊന്നും ആയിട്ടില്ല, പ്രായമായിട്ടുള്ള വേണ്ട വീട്ടിൽ ആരും സമ്മതിച്ചില്ല. പപ്പായും പിന്നെ പപ്പായുടെ അമ്മച്ചി അവരാരും സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ എനിക്കങ്ങ് ഞാൻ മനസ്സുകൊണ്ട് പോകാൻ ഒരുങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായി, ഇനി എന്നോട് മടത്തിപ്പോകാൻ ആരും പറയണം, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് അതങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞപ്പം മറ്റേ വലിയ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി SH ക്യാമ്പിന് പോകും. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമ്പൊക്കെ കൂടിക്കഴിഞ്ഞ് ആൾ വന്ന് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ പഴയ ആഗ്രഹം പൊങ്ങി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ SH പോയി കൂട്ടുണ്ടല്ലോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ അപ്പം ഞാൻ ഈ മെയ് മാസം വണക്കമില്ല മാതാവിൻ്റെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുരിശുപള്ളിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ഈ വണക്കമാസവും കൊന്ത അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു നിയോഗം വെച്ചായിരുന്നു, എനിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അത് എവിടേക്കാണെന്ന് എനിക്ക് കാണിച്ചു തരണേന്ന്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം ഇപ്പോൾ വീട്ടിൽ പിന്നെ പോകാനും വീട്ടിൽ ബുദ്ധിമുട്ടില്ല, സമ്മതിച്ചു, പപ്പായൊക്കെയാണെങ്കിലും സമ്മതിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എങ്ങോട്ട് പോകണം എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പം എൻ്റെ പപ്പായുടെ അനിയൻ അച്ഛൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ദൈവദാൻ സിസ്റ്റേഴ്സിനെ അച്ഛനാണ് പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ ഒരു കസിനും കൂടിയാണ് ഞങ്ങളുടെ ഫൗണ്ടർ ഫാദർ അബ്രഹാം കൈപ്പമ്പിളാക്കൽ, എൻ്റെ പപ്പായുടെ അമ്മച്ചിയുടെ വീട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോഴേ ഇങ്ങനെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതാണ്, ആരുമില്ലാത്തവരെ. അപ്പോൾ ഒത്തിരി ത്യാഗമൊക്കെ ഉള്ളൊരു ഫീൽഡാണ്, അത് പോകാൻ തയ്യാറാണോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ അമ്മച്ചി എൻ്റെ വീട്ടിലുള്ള, എൻ്റെ മമ്മി ഒരാളേ ഉള്ളൂ. അപ്പം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ മമ്മിയുടെ അമ്മച്ചി ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ ഈ അടുത്തുള്ള പാവങ്ങളൊക്കെ അമ്മച്ചി ഒത്തിരി സഹായിക്കും. അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ എടുത്ത് സാധനം അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും. ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ തന്നെ ഭക്ഷണമൊക്കെ ചോദിച്ചു തന്നാൽ കൂടുതലും ഞാൻ അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അന്നോട്ട് അങ്ങനെ ഒരു പാവങ്ങളോടൊക്കെ ഉള്ളൊരു സ്നേഹവും കരുണയൊക്കെ എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടായിരിക്കും. ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുക, അത് ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ തിരിച്ചറിയാനുള്ള ഇതായിരിക്കും. ഞാൻ കാണുന്ന കുറേ ഈ വയസ്സായ കുറേ മനുഷ്യർ ഒത്തിരി പേരുണ്ട്, അവരുടെയൊക്കെ നടുക്ക് ഞാനിങ്ങനെ നിൽക്കുന്ന ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഞാൻ സ്വപ്നമല്ല, പക്ഷേ എൻ്റെ മനസ്സിലതിങ്ങനെ ഭയങ്കരമായിട്ട് തെളിഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം എൻ്റെ പപ്പയുടെ അനിയൻ അച്ഛനാന്ന് പറഞ്ഞല്ലോ, അച്ഛനോടൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഇത്. അന്നേരം പറഞ്ഞു എന്നാൽ കൊച്ചിന് ഇങ്ങോട്ടേക്കായിരിക്കും, ഈ ഒരു ഇതിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം കൊച്ചേ ഇത് ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പിന്നെ പുതിയ കോൺഗ്രിഗേഷനാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു. വീട്ടിൽ നിന്ന് ആൻറ്റിമാരും പാപ്പന്മാരൊക്കെ പറഞ്ഞു അതിപ്പോൾ പുതിയതല്ല, ഇപ്പോൾ പോകണ്ട, ഇച്ചിരി വളർന്ന ഒരു ഇതിലേക്ക് പോയാൽ മതിയൊക്കെ വന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് അതിലൊന്നും ഇതായില്ല, എനിക്ക് അങ്ങോട്ട് തന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ദൈവദാൻ കോൺഗ്രിഗേഷനിൽ എത്തിച്ചേരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം ഞങ്ങൾ ചെരുപ്പൊന്നും ഇടുകയില്ലായിരുന്നു, ഞങ്ങളുടെ അച്ഛൻ ചെരുപ്പിടുകയില്ലായിരുന്നു. പിന്നെ അവിടെ വന്ന് എനിക്കാണെങ്കിൽ പൊതുവേ ഇച്ചിരി വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ്, ഇച്ചിരി എന്തെങ്കിലും ഇങ്ങനെ അറപ്പൊക്കെ ഉള്ള കൂട്ടത്തിലാണ്.
പക്ഷേ എന്തോ എനിക്ക് പറ്റുമെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അവിടെ വെച്ചാൽ ഇവർ തീരെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്, അവർ നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അവർ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ ഒരു മോശം അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ചെരുപ്പിടില്ല, ഞാനാണ് കാലം ചെരുപ്പ് ഊരാത്ത ആളായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ വന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ എന്നോട് ചെരുപ്പ് ഊരണ്ടാന്നൊക്കെ സിസ്റ്റേഴ്സ് പറഞ്ഞു, വന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഞാനെന്തോ പിറ്റേ ദിവസം ചെരുപ്പ് ഊരി. പിന്നെ എനിക്കിത് ചെയ്യാനൊക്കെ ഉള്ള മടി, എനിക്കറിയില്ല എവിടെ പോയെന്ന് എനിക്കറിയില്ല. അതൊരു പ്രത്യേക ഒരു കൃപയായിട്ട് ഇന്ന് ഞാനത് പച്ചകടാതെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 20 വർഷമായി എന്ന് പറയുമ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും എൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് അഭിമാനവും പിന്നെ എന്താ പറയുക, ആത്മസംതൃപ്തി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അനാഥരായ ആൾക്കാരെ നോക്കുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ വേറെ ഒരു മേഖലയിലും പ്രവർത്തിക്കുന്നില്ല. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു അതറിഞ്ഞിട്ട് തന്നെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പം അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം ഈ 3 വ്രതത്തോടൊപ്പം ഞങ്ങൾ ആതുര സേവനം കൂടി വ്രതമായിട്ട് എടുക്കുന്നത്. നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സ്കൂളുകളോ അങ്ങനെ ഒന്നുമില്ല, ഈ ഒരു ഫീൽഡിൽ മാത്രം. ഇത് കണ്ടിട്ട് സിസ്റ്ററിൻ്റെ അനിയത്തിയും കൂടി ഈ ഒരു എൻ്റെ അനിയത്തി ആദ്യം മടത്തി വരാനേ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ സിസ്റ്റർമാർ നിർബന്ധിച്ച ആളെ ക്യാമ്പിൽ വിളിച്ചത്. അപ്പം വരികയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ പപ്പ പറഞ്ഞു, എടി കൊച്ചെ ചേച്ചി അവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് നീ ജസ്റ്റ് പോയി ക്യാമ്പിന് പോയി കൂടിയിട്ട് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോരേന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചാണ് അവൾ ക്യാമ്പിന് വന്നത്. പക്ഷേ ക്യാമ്പ് കഴിഞ്ഞ് പോയിട്ടാണല്ലോ. അപ്പം ഞങ്ങൾ ഇടുക്കിയിലുള്ള ഹൗസിലായിരുന്നു. അപ്പോൾ ഇവൾ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ മലയാറ്റൂർ വന്നു. ഇവൾ വന്നു. അപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇടുക്കിക്ക് പോകും. അപ്പോൾ ഇവൾ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാൻ കൂടെ പോകില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു. പക്ഷേ അവൾ വന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് പപ്പ വിളിച്ചു, ഇനി അവൾ പോരുവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും അവൾ തീരുമാനം എടുത്താണെന്ന് ചോദിച്ചു. ഞാൻ അവളോട് എല്ലാ കാര്യം പറഞ്ഞു, ഇന്ന പോലെയാണ് കഷ്ടപ്പാട് ഇത് നമ്മുടെ ലൈഫിനെ കുറിച്ച് ഞാൻ അവളോട് എല്ലാം പറഞ്ഞു. അവൾ എനിക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോരുവാന്ന് പറഞ്ഞു. പക്ഷെ അവൾ പോന്നപ്പം വീട്ടിൽ ഭയങ്കര എതിർപ്പ് വന്നു. രണ്ടുപേരും വന്നു. പിന്നെ അവൾ ഇളയതാണ്, ഏറ്റവും താഴെയുള്ള ആളാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര എതിർപ്പാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് വന്നു എന്നല്ല സുന്ദരമായിട്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയൊക്കെ അങ്ങനെ വളരെ പ്രത്യേകതയായിരിക്കും. സിസ്റ്റർ 20 വർഷം ആവാൻ പോകണം അല്ലേ, 19 വർഷം കഴിഞ്ഞു. സിസ്റ്റർ കുറച്ചും കൂടി മറ്റ് മേഖലയിലേക്ക്, അതായത് ഒരുപാട് പുറമേയുള്ള ആളുകളായിട്ട് കൂടുതൽ വക്കീൽ ആണ്, ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. സിസ്റ്ററിൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. എനിക്കും ഈ പറഞ്ഞ പോലെ നല്ലൊരു കുടുംബാന്തരീക്ഷമായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ 3 മക്കൾ, അപ്പച്ചൻ, മമ്മി, പിന്നെ ഞാനായിരുന്നു ഇളയത്. 15 വയസ്സ് വരെ വീട്ടിൽ ജീവിച്ച ഒരു കാലം. ഇപ്പം നമ്മളെല്ലാവരും പറയാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയാറുണ്ട്. ഞങ്ങളൊക്കെ ജീവിച്ച കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഒരു റിസ്ക് എടുത്താണ് നമ്മൾ പോരുന്നത്. അതൊരു ഇപ്പം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു എങ്കിൽ പോലും അന്നത്തെ ടെക്നോളജി വെച്ചും അന്നത്തെ എല്ലാ തരത്തിലും എത്രമാത്രം അഡ്വാൻസ്ഡ് ആകാമോ അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെയും അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാ സന്തോഷങ്ങളും അതിൻ്റെ അങ്ങേയറ്റം അങ്ങനെ നമ്മൾ പറയില്ലേ പണ്ടത്തെ ഭാഷയിൽ കോലക്കേറി നടന്നു എന്ന് പറയുന്നത് പോലെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നടന്ന ഒരു പ്രായമാണ്, ആ ഒരു കാലമാണ് ഞങ്ങളുടേത്. അപ്പോൾ അന്നും ഈ പറഞ്ഞതുപോലെ നല്ല ബുദ്ധിമുട്ടും, നമ്മളിപ്പോൾ മടത്തി പോകുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എന്നാൽ എൻ്റെ കൊച്ചു പൊക്കോട്ടോ നല്ല കാര്യം അങ്ങനെ പറഞ്ഞ് വിടുന്ന ഒരു പേരൻസ് ഞങ്ങൾക്കും ഇല്ല. അവരും ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ കാലഘട്ടം മുതൽ തന്നെ ഇപ്പോൾ ഈ സന്യാസത്തിന് ഒരു മാറ്റം വരുന്നില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല പ്രയാസമുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി വന്നിട്ടല്ല നമ്മളിതറിയുന്നത്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവം നമ്മളൊരു തീരുമാനം എടുത്ത് ഓക്കെ ഇത് ഇത്രയും വെല്ലുവിളി നിറഞ്ഞതാണെങ്കിൽ എന്നാൽ പിന്നെ ഇതൊന്ന് നോക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം അങ്ങനെ വിചാരിച്ച് തന്നെയാണ് നമ്മൾ നടത്തി. തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു റിസ്ക്കും എടുക്കാനും ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനും പറ്റാത്ത കുറേ പേരാണ് ഇങ്ങനെ മാറിയിരുന്നിട്ട് ഇവർ സുഖിക്കാൻ വരുന്നതാണ്. പിന്നെന്താണ് ഇവർക്ക് പ്രേമനൈരാശ്യം കൊണ്ട് വേറെ ആരെയും കിട്ടാഞ്ഞിട്ട് വന്നതാണ്. പിന്നെന്താണ് വീട്ടിൽ ദാരിദ്ര്യം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. പിന്നെ നല്ല ഭക്ഷണം ഇവർക്ക് ഇപ്പോൾ നമ്മളുടെയൊക്കെ ചില വീഡിയോസിൻ്റെ ഇടയിൽ വരുന്ന കമൻസാണ് തിന്നു നല്ല കൊഴുത്താണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം ഞാൻ ഒത്തിരി ചിരിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ മെനു ചോദിച്ചാൽ അറിയാം. തിങ്കളാഴ്ച ഏതാണ് ഓരോ ദിവസവും ഓരോ ഫിക്സഡ് മെനൂസ് ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒക്കേഷണൽ നല്ല എന്തെങ്കിലും ഫീസ്റ്റ് ഡേയ്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫുഡുള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാൽ മതി. അതിലും കൂടുതൽ നല്ല ഭക്ഷണവും നല്ല സാഹചര്യങ്ങളൊക്കെ വീടുകളിലാണ് നമുക്ക് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്നിലേക്ക് തിരിച്ചു വരാം. ഈ 10ാം ക്ലാസ് വരെ എനിക്കും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സന്യാസം എന്നതിനേക്കാൾ അധികം ഈശോയോടൊരു ഭയങ്കര സ്നേഹമായിരുന്നു.
അപ്പോൾ ചെറുപ്പം മുതലേ ഒരുപാട് പ്രാർത്ഥനകൾ, പിന്നെ എനിക്ക് സിസ്റ്റേഴ്സ് നഴ്സറി മുതൽ എന്നെ പഠിപ്പിച്ചത് SHലെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ പിന്നെ വേറെ കോൺഗ്രിഗേഷൻ ഉണ്ടെന്നോ അങ്ങനെയൊന്നും നമുക്കറിയില്ല. സിസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ SH പോവുക, പിന്നെ നമ്മുടെ ഡ്യൂട്ടി പിന്നെ പഠിപ്പിക്കുക, അതാണ് നമ്മളുടെയൊക്കെ എൻ്റെ ഉള്ളിലിരുന്ന ഒരു ചിന്ത. അങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പോൾ 15 വയസ്സായി, 10ാം ക്ലാസ് കഴിഞ്ഞു. എക്സാം കഴിയുന്ന അന്ന് ഇവരെന്നോട് പറഞ്ഞു, നീ ക്യാമ്പിനൊന്നും വരണ്ട, നീ ഞങ്ങളുടെ കൊച്ചാണ്, അത് കാരണം നീ ക്യാമ്പിനും വരണ്ട, നീ കിടന്നുറങ്ങിക്കോ, അതിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള് ഇവിടെ SD കോൺഗ്രിഗേഷനിൽ സിസ്റ്ററുണ്ട്. ഈ ചേച്ചിക്ക് അറിയത്തുമില്ലല്ലോ, ഞാൻ 10ലായിരുന്നു എന്ന് പോലും അറിയില്ല. പിന്നെ അങ്ങനെ ചേച്ചിയുടെ മമ്മി പറഞ്ഞു കേട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് വരുമോ, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങോട്ട് വരില്ല, ഞാൻ SHലാണ് പോകുന്നത്, നിങ്ങളെ എനിക്കറിയില്ല, എനിക്ക് 5ലോ 4ലോ അങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചേച്ചിയുടെ വെസ്റ്റിഷൻ കഴിഞ്ഞത്, അപ്പോൾ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഈ ചേച്ചി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കെഞ്ചി പറഞ്ഞു, എടി ഒന്നും അല്ലെങ്കിലും ഞാൻ അവിടെ പറഞ്ഞു പോയി എനിക്കിങ്ങനെ ഒരു അനീതി ഉണ്ടെന്ന്, അപ്പോൾ നീ അവിടെ വരെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പൊക്കോ, 3 ദിവസം, അത് കഴിഞ്ഞിട്ട് നീ SH പൊക്കോ, അങ്ങനെ പറഞ്ഞാണ് എന്നെ വിട്ടത്. പക്ഷേ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം സിസ്റ്റേഴ്സ് അമ്മാമ്മമാരെ കുളിപ്പിക്കുന്നു, രാവിലെ അവരുടെ മലമൂത്ര വിസർജനം, ഈ ബാക്കി അതിൻ്റെ കുളിപ്പിക്കൽ, ഭക്ഷണം കൊടുക്കൽ, ഈ പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാം, അവരുടെ തുണി അലക്കുന്നു, മുറിയടിച്ചു വാരുന്നു, ഇതാണ് മെയിനായിട്ടും നമ്മൾ കണ്ടത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ 3 ദിവസം അവിടെ ക്യാമ്പ്, ഈ 3 ദിവസത്തിനിടയ്ക്ക് ഈ നമ്മൾ പറയില്ല ഇങ്ങനെ ഈ ബീയിങ് ക്യാപ്ചേർഡ് ബൈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്കിതല്ലാതെ എനിക്ക് വേറൊന്നും ഇല്ല, അങ്ങനെ എനിക്ക് പിന്നെ വേറെ ഒരു ഓപ്ഷൻ എൻ്റെ മനസ്സിലേക്ക് ഒന്നുമില്ല. ഇത് ഇത്രയും ത്രില്ല് നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ അടുക്കളയിലെ ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയത്തുമില്ല, അത്യാവശ്യം വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്തയൊന്നും വന്നില്ല. ഇതാണ് എൻ്റെ സ്ഥലം, അതാണ് നമ്മൾ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് വരും, നമ്മൾ ആയിരിക്കേണ്ടിടത്ത് എത്തിക്കഴിയുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ്. അപ്പോൾ അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും SHലെ സിസ്റ്റേഴ്സ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ അതിനകത്തൊരു സീനിയർ സിസ്റ്റർ, എൻ്റെ അന്നത്തെ HM ആയിരുന്ന സിസ്റ്റർ, ഇവരിത് അറിഞ്ഞുകൊണ്ട് ഓടി വന്നു. 2 കിലോമീറ്റർ ഉണ്ട് മടത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓടി വന്നു, ഒരു 3 പേരും കൂടെ വന്നു. നീ എന്നെ പണി അടി കൊച്ചേ കാണിച്ചേ എന്നൊക്കെ എന്നോട് ചോദിച്ചവർ. അപ്പോൾ എനിക്കും ആകെ വിഷമമായി, ഇവരെ തിരസ്കരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അവസാനം ഒരു തീരുമാനം എടുത്ത്, എന്നാൽ ഓക്കെ ഒരിടത്തും പോകുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പോഴേക്കും ആ SHലെ ആ ഒരു സീനിയർ സിസ്റ്റർ മേരി ശ്രീക്ക് എന്നാണ് സിസ്റ്ററിൻ്റെ പേര്, ആ സിസ്റ്റർ എന്നോട് മാറ്റി വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, മോളെ നിനക്ക് വിളിയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, ഞങ്ങൾ കാരണം നിൻ്റെ വിളി നഷ്ടപ്പെടുത്തി കളയരുത്, നിൻ്റെ ഈ മനസ്സും ഈ ഒരു ഇതും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് SDയിലേക്ക് തന്നെയാണ് വിളി, നീ ധൈര്യമായിട്ട് പൊക്കൂ. നമ്മൾ പല കോൺഗ്രിഗേഷൻസും ഒരു പൂന്തോട്ടത്തിലെ പല പുഷ്പങ്ങളാണ്, നീ ഈ തോട്ടത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. എനിക്കത് എപ്പോഴും ഓർക്കുമ്പോൾ വലിയ അഭിമാനമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ചിലപ്പോൾ കേൾക്കാറുണ്ട്, ഈ കോൺഗ്രിഗേഷനിൽ പോകാതിരുന്ന ആളെ മറ്റേ അവർ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ SHകാർ വളർത്തി വലുതാക്കി SDക്ക് പാകമായപ്പോൾ അങ്ങോട്ട് കൊടുത്ത ഒരു ഫീലാണ് എനിക്ക്. അതവർ സന്തോഷത്തോടു കൂടി കൊടുത്തു. ഇപ്പോഴും അവരെല്ലാവരുമായിട്ട് വിളിക്കാറുമുണ്ട്. അങ്ങനെ അപ്പം പിന്നീടും എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് പിന്നെ 1 മന്തിലേക്ക് നമ്മൾ പോകാനുള്ളൊരു സമയമാവും. ഈ പോകാനുള്ള സമയമായപ്പോഴേക്കും ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ നീ എന്നെ അങ്ങോട്ടാണ് വിളിച്ചേക്കുന്നതെന്നുള്ളൊരു എവിഡൻസ് എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഈ ചേച്ചിയും പിന്നെ വേറെ സിസ്റ്ററും കൂടെ എന്നെ കൊണ്ടാകാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഞാനിങ്ങനെ അവരെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഠനമുറിയിൽ ഒരു കൊച്ചു ബൈബിൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കൂടെ വന്ന സിസ്റ്റർ പറഞ്ഞു, ജോസി എന്നാണ് എൻ്റെ പഴയ പേര്, അപ്പോൾ എന്തായാലും ഇത് ജോസിയുടെ ബൈബിള്, ജോസിയുടെ മുറി, ഞങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളെടുത്ത് പ്രാർത്ഥിക്കാം, നമുക്ക് ഈശോ എന്നാ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ അപ്പം തന്നെ ഓർക്കാറുള്ളൊരു വചനമാണത്. ആ സെൻറ്റൻസ് ഇങ്ങനെയാണ്, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലെ ഒരു സെൻറ്റൻസാണ്. പത്രോസിനോട് മുകളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പത്രോസിനോട് ഇങ്ങനെ ദർശനത്തിൽ പറയുന്ന ആ ഒരു ഭാഗമാണ്, ഒന്നും സംശയിക്കാതെ നീ ഇറങ്ങി താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. ഈ ഒരു വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. പിന്നെ അപ്പച്ചനും അമ്മയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിട്ടു. അങ്ങനെയാണ് ഞാൻ SDയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എല്ലാവരും പറയും ദൈവവിളി നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറയാറുണ്ട്. ഇത് ഞങ്ങളാരും തിരഞ്ഞെടുത്തതല്ല. ഇത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഞങ്ങൾ തിരിച്ചു പോകും. പക്ഷേ ഇത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലാതെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഇത് ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ വന്നതാണ് എന്നുള്ളൊരു, ഇപ്പോൾ നമ്മൾ പറയില്ലേ കല്യാണക്കുറി കൊണ്ട് വരണം എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ നമുക്ക് വലിയ കല്യാണങ്ങൾക്കൊക്കെ
ഒക്കെ അവരുടെ ഇൻവിറ്റേഷൻ കാണിച്ചാലേ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എൻ്റെ വൊക്കേഷൻ്റെ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് എനിക്ക് കിട്ടിയ ഗോഡ് എക്സ്പീരിയൻസ്. അതങ്ങനെ നിൽക്കുന്നിടത്തോളം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനിവിടെ തന്നെ നിൽക്കും. പിന്നെ നമ്മളുടെ സ്വാതന്ത്ര്യം അത് ഇതെന്നൊക്കെ പറയുമ്പം ഈ ഉടുപ്പിനകത്തൊന്നും ഞങ്ങളാരും അങ്ങനെ തളച്ചിട്ടപ്പെടുന്നവരൊന്നും അല്ല. ഞങ്ങൾ ഇങ്ങനെ നമുക്കിത് ഈ പ്രണയം മൂത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരുക എന്ന് പറയില്ലേ, അങ്ങനെ പോകുന്നതാണ്. അതല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും തമ്പുരാനോട് അത്ര അധികം സ്നേഹം തോന്നിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റു വിഷയങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അത് ഭയങ്കര ഓരോ ഇപ്പോൾ നല്ല നല്ല മത്സരാർത്ഥികൾക്ക് കൂടുതൽ ചലഞ്ചസ് വരുമ്പം അവരുടെ മുമ്പിൽ കൂടുതൽ റിസ്ക് വരുമ്പോഴാണ് അവർക്ക് ആവേശം കൂടുന്നത്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങളുടെ ലൈഫും. ഇപ്പം നിങ്ങൾ എത്ര വേണേലും ചെലുവാരി എറിഞ്ഞോ, ഞങ്ങൾക്ക് അതനുസരിച്ച് ആവേശം കൂടുകയുള്ളൂ. സിസ്റ്റർ നമുക്കറിയാം, സിസ്റ്റർ കാറ്റീസം മേഖലയിൽ യുവജനങ്ങളിലൊപ്പം വിദ്യാർത്ഥികളിലൊപ്പം ഒക്കെ കൂടെ ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ സിസ്റ്ററും അധികം ഒരു പ്രായമുള്ള ഒരു സ്ത്രീയൊന്നുമല്ല, സിസ്റ്ററല്ല, ഒരു യൂത്താണ്. അപ്പോൾ സിസ്റ്ററിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ സിസ്റ്റേഴ്സിനോടുള്ള ഈ സ്നേഹം, പ്രത്യേകിച്ച് ഈ ഉടുപ്പിനോടുള്ള അടുപ്പമൊക്കെ എനിക്ക് കുഞ്ഞുനാളിൽ പകർന്നു കിട്ടിയത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയിൽ നിന്നാണ്, എൻ്റെ അമ്മൂമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ വീട് റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് മിക്കവാറും അതിലെ ആളുകൾ പാസ് ചെയ്യും. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ മിക്കവാറും നടന്നാണല്ലോ പോകുന്നത്. അപ്പോൾ അമ്മൂമ്മയുടെ ഒരു പ്രത്യേകത, സിസ്റ്റേഴ്സായിട്ടുള്ള ഈ ഉടുപ്പിട്ട ആരെങ്കിലും അതിൽ നടന്നു പോകണമെങ്കിൽ അമ്മൂമ്മ അവർ വേഗം വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കയറ്റും, അകത്ത് കയറ്റും. വേഗം ചായയും കാപ്പിയും വെള്ളവും ഏത് സമയത്താണോ വരുന്നത് ആ സമയത്ത്. ഇപ്പം ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും ആകാംക്ഷയോടെ. അപ്പോൾ ഞാൻ ഇളയതാണ് എൻ്റെ വീട്ടിൽ, ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മളൊന്ന് ചേർത്തൊക്കെ നിർത്തിയൊന്ന് തലോടുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റേഴ്സിൻ്റെ തലോടൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തൊട്ട് കിട്ടി അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വിത്ത് എൻ്റെ ഉള്ളിൽ വന്നത്. ഞാൻ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സിസ്റ്റേഴ്സിനെ. ഞങ്ങളുടെ ബന്ധത്തിൽ എനിക്ക് SABS കോൺഗ്രിഗേഷനിൽ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മകളൊരു സിസ്റ്റർ മിഷനിലാണ്. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ സെക്കൻഡ് കസിൻസ് 3 പേര് ഞങ്ങളുടെ എറണാകുളം പ്രോവിൻസിലുണ്ട്. അപ്പം അവരുമായിട്ടുള്ള അടുപ്പവും അതോടൊപ്പം തന്നെ കുഞ്ഞുനാളിൽ തൊട്ടേ ഈ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീണ് കിട്ടിയ ഒരു സ്നേഹവും. ഞാൻ പഠിച്ചത് കാഞ്ഞൂർ സെൻറ്റ് ജോസഫ് GGHSലാണ്. അത് CMC സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളാണ്. അങ്ങനെ ആ ഒരു എന്താ പറയുക പരിസരങ്ങളിൽ വളർന്നത് കൊണ്ടായിരിക്കണം ചെറുതിലേ തന്നെ ഇങ്ങനൊരു ആഗ്രഹവും താല്പര്യവും. പിന്നെ ഒരു 8, 9, 10 ക്ലാസ്സൊക്കെ ആയപ്പോൾ സാവധാനം അത് പോയി. നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു അടുപ്പവും ബന്ധവും ഒക്കെ വന്നപ്പോൾ അത് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നമുക്കിപ്പോൾ കാറ്റീസത്തിനൊക്കെ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് പല കോൺഗ്രിഗേഷൻകാരും നമ്മളെ കാണാൻ വരും. നമ്മളെ കണ്ടിങ്ങനെ എഴുതിക്കുമല്ലോ. അപ്പോൾ അതേപോലെ അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ സിസ്റ്റേഴ്സ് വരുമ്പോൾ തന്നെ ഏതാ കോൺഗ്രിഗേഷൻ നോക്കില്ല, സിസ്റ്റർ അവൻ ഇഷ്ടമാണ് അങ്ങനെ എഴുതി കൊടുക്കും. അങ്ങനെ ആ വെക്കേഷൻ്റെ ഒക്കെ സമയം അപ്പോൾ കുറേ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. അതായത് പല കോൺഗ്രിഗേഷൻ നമ്മൾ എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് അവർ വരുമല്ലോ. അവസാനം എൻ്റെ അപ്പച്ചൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എല്ലാ സിസ്റ്റേഴ്സും വന്നിട്ട് നീ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നീ തന്നെ തീരുമാനിക്കണം. സിസ്റ്റേഴ്സ് വന്നത് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ. അപ്പോൾ പിന്നീട് അപ്പച്ചന് മനസ്സിലായ ഞാനിങ്ങനെ എഴുതി കൊടുക്കണ്ടെന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഏതാണ് എന്നുള്ളത് തീരുമാനിക്കണം, എന്നിട്ട് ഈ വന്നെ എല്ലാവരെയും വിഷമിപ്പിച്ച് വിടരുത്. എല്ലാവരും ചോദിക്കും സിസ്റ്റർ ആവാൻ ഇഷ്ടമാണ്, ഈ കോൺഗ്രിഗേഷനിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ വരില്ല എന്ന് പറയും. നീ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കണം എന്ന് ഞാൻ 10ൽ പഠിക്കുമ്പോൾ അപ്പച്ചന് എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നു. അപ്പോഴേക്കും എൻ്റെ SABSലുള്ള ചേച്ചിമാർ സിസ്റ്റേഴ്സ്, എനിക്ക് മുതിർന്ന സിസ്റ്റേഴ്സ്, അവർ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ എന്തായാലും +2 കൂടി പഠിക്കും വീട്ടിൽ നിന്ന്, എന്നിട്ട് അപ്പോഴേക്കും നിനക്കൊരു തീരുമാനം എടുക്കാനുള്ള പക്വതയും പ്രായമൊക്കെ ആവും. +2 കഴിഞ്ഞു. +1 ഒക്കെ ആയപ്പോഴേക്കും അങ്ങനെ താല്പര്യമൊക്കെ കുറഞ്ഞു തുടങ്ങി. വീണ്ടും +2 അവസാനത്തെ എക്സാമിൻ്റെ ഒക്കെ ടൈമായപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ സിസ്റ്റർ ആവണം, പോകണം. ഞാൻ ആകെ കൂടി CMCയിലെ അവരുടെ ഈ നമ്മുടെ ദൈവവിളിയുടെ ക്യാമ്പിന് മാത്രമേ പോയിട്ടുള്ളൂ. SABSൽ ഞാൻ ക്യാമ്പൊന്നും കൂടിയിട്ടില്ല. അങ്ങനെ +2 സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ തന്നെ എൻ്റെ ചേച്ചിമാർ, ഞങ്ങളുടെ ഇവിടെ ഉള്ള SABSലുള്ള ചേച്ചിമാർ പല തവണ വിളിച്ചു, കോൺടാക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിനകത്തേക്ക് വഴിതെളിച്ചൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു +2ൽ പഠിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ടാകും, അത്യാവശ്യത്തിന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ആൻറ്റി നമ്മുടെ സാൻജോ ഹോസ്പിറ്റലിൽ പ്രിൻസിപ്പളാണ്. അപ്പോൾ അവിടെ നേഴ്സിങ്ങിന് ഓൾറെഡി അഡ്മിഷനൊക്കെ ആയി, അവിടെ ചേരാം, നേഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയുക, ദൈവം ചതിച്ചു. എനിക്ക് 4 മാർക്കിന് എൻ്റെ ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെട്ടു പോയി. അത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടം എൻ്റെ അപ്പച്ചനായിരുന്നു.
കാരണം രാവിലെ ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ, പിന്നെ ഇട സമയത്ത് ട്യൂഷൻ, അങ്ങനെ പലതരം ട്യൂഷനൊക്കെ തന്ന് പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് ഉഴപ്പിയൊക്കെ നടന്നു. +2 അല്ലേ, അത്യാവശ്യത്തിന് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ഇങ്ങനെ നടന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവസാനമൊക്കെ പഠനത്തിൽ നിന്ന് കുറച്ച് പിന്മാറിയിട്ട് അതെന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം ഞാനും ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു, അവിടെ ചെന്ന് ഒക്കെ പഠിച്ച് പോവാം എന്നൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ ഇളയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം ഞാൻ എൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അമ്മച്ചി എപ്പോഴും ഓരോന്നിനും നിർബന്ധിക്കുമ്പോൾ അപ്പച്ചനാണ് അതിനൊക്കെ സൈഡ് പിടിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് SABSലേക്ക് വരാൻ കാരണം എൻ്റെ ചേച്ചിമാർ ഇപ്പോൾ ഈ +1 +2 കാലങ്ങളിലെല്ലാം എന്നെ വിളിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നീ വരണുണ്ടോ ഒക്കേഷൻ ക്യാമ്പിൻ്റെ പറയാൻ വന്നില്ല. ഒക്കേഷൻ ക്യാമ്പിനൊന്നും SABSൽ ഞാൻ വന്നെങ്കിൽ ഒറ്റ ഒക്കേഷൻ ക്യാമ്പിന് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞങ്ങളുടെ എറണാകുളം പ്രോവിൻസിൻ്റെ ഒറ്റ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. ആയ CMC-കാരുടെ അത് 10 കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുള്ളൂ. എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് ഇതൊക്കെ മാറിപ്പോയി. അങ്ങനെ ഈ ഒരു തോൽവി, അതായത് ഇങ്ങനെ മാർക്ക് കുറഞ്ഞു പോയ ആ ഒരു സങ്കടത്തിലേക്ക് വന്ന ആ ഒരു കുറച്ച് നാൾ നമ്മൾ റിസൾട്ട് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ കൂടുതലായിട്ട് എല്ലാ ദിവസവും അമ്മ പള്ളി കൊണ്ടുപോകായിരുന്നു. അപ്പോൾ അമ്മ പോണ വഴിക്കൊക്കെ ഇങ്ങനെ പറയും. എൻ്റെ അമ്മ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പച്ചൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ എന്താണ് സന്യാസം എന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ല വ്യക്തത ഉണ്ടായിരുന്നു. അവരൊരിക്കലും സന്യാസത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും. കാരണം ഞാനിങ്ങനെ എനിക്കൊരു തേങ്ങലൊക്കെ ഉണ്ട്, ഞാൻ ഏകദേശം പോകും, പല പ്രാവശ്യം ചേച്ചിമാർക്ക്. അപ്പോൾ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു, മോളെ ഇത്ര നാളും നീ വീട്ടിൽ ജീവിച്ചതുപോലെ നിനക്ക് സന്യാസത്തിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം തോന്നിയ പോലെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. കാരണം എൻ്റെ ഫ്രീഡം എനിക്ക് തോന്നുമ്പോൾ എഴുന്നേക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള TV കാണുന്നു, ചിലപ്പോൾ TV കാണുന്ന നേരത്ത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു വീട്ടിൽ. ഇപ്പോൾ ഈ ഡ്രസ്സ് വേണ്ടാന്ന് തോന്നി വേറെ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇതുപോലെ ഒന്നും ഒച്ചയും ബഹളം ഉണ്ടാക്കി നിനക്ക് സന്യാസത്തിൽ നടക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം വീട്ടിൽ ഇപ്പോൾ തല്ലു പിടിക്കുമ്പോൾ 3 മക്കളാണെങ്കിൽ 3 നേരം ഭക്ഷണം ഉണ്ടാക്കണം അമ്മ, കാരണം ഒരാൾക്ക് വെക്കണ വേറെ ആൾ കഴിക്കില്ല. ഇതൊന്നും അവിടെ നടക്കില്ല. എന്താണോ അവിടെ തരണത് അത് നീ കഴിക്കണം. ഇനി ഇവിടെ നീ ഒരു ജോലിയും ചെയ്യില്ലായിരുന്നു, നീ സൂത്രത്തിൽ കൂടെ ഒക്കെ നടക്കായിരുന്നു. അവിടെ ഒന്നും നടക്കില്ല. അവർ നിന്നെ ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം നീ ചെയ്യേണ്ടി വരും. അത് ചെറിയ ജോലി ഉണ്ടാവും, വലിയ ജോലി നിനക്ക് ഇഷ്ടമില്ലാത്തന്നെ അടിച്ചു വാരാൻ ഒരു ജോലിയും ചെയ്യില്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർ പറയുന്ന ജോലിയെല്ലാം നീ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നീട് ഞാൻ ഈ സന്യാസത്തിലേക്കൊക്കെ വന്നിട്ട് ആസ്പിറൻസി പോസ്റ്റൻസി നോഷനിലൊക്കെ ഞാൻ ചിന്തിക്കായിരുന്നു, അപ്പച്ചനെ എങ്ങനെയാണോ ഇതൊക്കെ അറിയാൻ പറ്റിയായിരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ വൊക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളായാലും ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പാരൻസ് ചോദിക്കും, എൻ്റെ മോളെ കൊണ്ട് അത് ചെയ്യിക്കോ, എൻ്റെ മോളെ കൊണ്ട് ഇത് ചെയ്യിക്കോ. അങ്ങനെയൊക്കെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വന്നായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കോൺവെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ബാത്റൂം കഴുകേണ്ടി വരും, പിന്നെ അടിച്ചു വാരേണ്ടി വരും, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോഴൊക്കെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ അപ്പച്ചന് കൃത്യമായിട്ട് അറിയാമായിരുന്നു നമ്മൾ മടത്തി പോയാൽ സുഖിക്കാനായിട്ടല്ല പോകുന്നത്, അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിക്കുക, അതൊക്കെ നീ ചെയ്യണം. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ സെലക്റ്റീവായിട്ട് ഡ്രസ്സ് മാറുന്നത് പോലെ മാറാൻ പറ്റില്ല. ഒരിക്കലും ഈ ലൈഫിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞോണം കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ മഠത്തിലേക്ക് പോരുന്നതിൻ്റെ ഒരു 2-3 ദിവസം അപ്പച്ചൻ അടുത്ത് വിളിച്ചിരുത്തി ഇതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അന്ന് ഞാൻ അതിനെക്കുറിച്ച് അത്ര ആലോചിച്ചില്ല. പിന്നീട് ഞാൻ അതോർത്ത് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. കാരണം അപ്പച്ചന് കൃത്യമായിട്ട് അറിയായിരുന്നു എന്തായിരുന്നു സന്യാസം. അതറിഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് അനുവാദം തന്നതും പറഞ്ഞയച്ചത്. ഞാനും പിന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ. അമ്മയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിൻവലിയരുത്. ആങ്ങളയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. അവൻ പിന്നെ ആദ്യത്തെ ഒരു 6 വർഷം ജൂനിയേഴ്സ് ആണല്ലോ. അപ്പൊ ചോദിക്കും ഫോൺ വിളിക്കുമ്പോ, നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോന്നോളൂ, എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ വരാം, ആരോട് പറയണ്ട, നീ വിളിച്ചാൽ മാത്രം മതി എന്ന് ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ കുറവുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നീ അപ്പച്ചനും അമ്മേനൊന്നും വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ ഞാൻ വരാം, എവിടെ അവൻ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. എന്നാലും പിന്നീട് കാലം കഴിയും തോറും നമ്മൾ അതിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും വിശ്വസിക്കുന്നു എൻ്റെ വൊക്കേഷൻ ഒരു ജെന്യുവിൻ വൊക്കേഷൻ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അത് കാലാകാലങ്ങളിൽ വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സമൂഹത്തിലൂടെയും ഒക്കെ വളർത്തപ്പെട്ടു, പരിശീലിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ഒരിക്കലും അയ്യോ ഇത് ഭയങ്കര മോശമായിപ്പോയല്ലോ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, യാതൊരു സാഹചര്യം ഇല്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. സങ്കടത്തിലൂടെ എല്ലാത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. 17 വർഷമായി എനിക്ക് അങ്ങനത്തെ ഒരു തോന്നിയിട്ടില്ല. പല രോഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലാതെയുള്ള ജോലി എല്ലാ പഠനത്തിലൂടെ. അപ്പോഴൊന്നും അത് എൻ്റെ സമൂഹം എന്നെ നോക്കില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. 2 സിസ്റ്റേഴ്സും കൂടി ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ സീനിയർ സിസ്റ്ററിലേക്ക് വരാം. സിസ്റ്റർ ഇപ്പോൾ 16 വർഷം അല്ലേ? 12 വർഷമായി സിസ്റ്റർ വന്നിട്ട്. നല്ലൊരു പാട്ടുകാരിയാണ് അല്ലേ? ഒരു പക്ഷേ ഈ ഒരു ഉടുപ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു കേരള അറിയുന്ന ലോകം അറിയുന്ന ഒരു പ്ലേബാക്ക് സിംഗറായി മാറിയേനെ സിസ്റ്റർ. പിന്നെ എന്തിനെങ്കിലും ഒരു ഉടുപ്പിട്ടു? ഞാൻ ഇന്ന് ഉടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ അറിയപ്പെടാൻ കാരണമായത് എൻ്റെ ഈ ഒരു വസ്ത്രത്തിൻ്റെ വിശുദ്ധി കൊണ്ട്, ആ ഒരു മഹിമ കൊണ്ട് മാത്രമാണ്.
ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു പള്ളിപ്പാട്ടുകാരിയായി, ഇടവകയിലൊരു അങ്ങനെ സാധാ പാട്ടുകാരിയായി മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്നു ഉറപ്പായിട്ടും. ഇങ്ങനെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺഗ്രിഗേഷനും എൻ്റെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു കാരണം. വൊക്കേഷൻ ഒന്ന് പറയാമോ സിസ്റ്റർ? എൻ്റെ വൊക്കേഷൻ തികച്ചും വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും സിസ്റ്റർ ആകരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ചെറുപ്പം മുതലേ ആണ്. പറഞ്ഞാൽ കൂടുതൽ അങ്ങനെയുള്ള സിസ്റ്റർ ആവണ്ട, ഈ കോൺഗ്രസിൽ പോകണ്ട എന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടവകയിൽ FCC സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ചേച്ചിമാരൊക്കെ എന്നെക്കാളും വളരെ പക്വതയും പഠിപ്പും എല്ലാവരും അങ്ങനെ വളരെ മെച്ചുവേർഡാണ് അവർ. ഞാൻ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞൊരു മൂന്ന് പെൺമക്കളാണ് ഞങ്ങൾ, ഞാൻ മൂന്നാമത്തെ ആളാണ്. അപ്പം വീട്ടിൽ ഒത്തിരി സ്വാതന്ത്ര്യം ഞാൻ എടുക്കുമായിരുന്നു. അതുപോലെ ചേച്ചിമാരെയൊക്കെ എപ്പോഴും സിസ്റ്റേഴ്സ് ഇങ്ങനെ വിളിക്കും, മടത്തി പോരുന്നോ. ഓൾറെഡി മമ്മി ഞങ്ങളുടെ ഇടവകയിൽ പള്ളിയായിട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ മമ്മി മടത്തി പോകുമെന്ന് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മമ്മി മടത്തി പോയില്ല. അപ്പോൾ അവർക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ ഇതിലാരെങ്കിലും ഒരാൾ സിസ്റ്റർ ആകുമെന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പോൾ അതിലും ആരെയും അപ്പോൾ ചേച്ചിമാരെല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ ആരും ചോദിച്ചിട്ടില്ല, സിസ്റ്റർ ആകാൻ പോരുന്നെന്ന് ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാനും അങ്ങനെ ചിന്തിച്ചില്ല. സിസ്റ്റേഴ്സിൻ്റെ തലവട്ടം കണ്ട ഞാൻ അപ്പം അവിടെ നിന്ന് പോകും. കാരണം നമുക്ക് ഈ ഒരു ചോദ്യം വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറുമായിരുന്നു. അതുപോലെ അപ്പം അങ്ങനെ നിന്ന സമയത്ത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം ഞങ്ങൾ ഈ ഒരു ദ്വാരക എന്ന് പറഞ്ഞ ഞാൻ വയനാടുകാരിയാണ്. അപ്പോൾ വയനാട്ടിലേക്ക് മാനന്തവാടി പാസ്റ്റർ സെൻറ്ററിൽ ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ മമ്മി സ്വഭാവം നന്നാവട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി വിടുമായിരുന്നു. അവിടെ ആദ്യ ശനിയാഴ്ച കൺവെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇച്ചിരി അനുസരണം വരട്ടെ, ഇച്ചിരിയൊക്കെ ദേഷ്യം കുറയട്ടെ എന്നൊക്കെ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പോയി കുറേ നാളുകളിങ്ങനെ യാത്ര ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ബസ് കയറി പോകണം. അപ്പോൾ അങ്ങനെ മമ്മിയുടെ കൂടെ പോകും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ പോയി. പക്ഷേ 10th എക്സാം കഴിഞ്ഞ് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ സിസ്റ്റേഴ്സ് വന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ വന്ന് നിന്ന് പറയുന്നത് കണ്ടപ്പോൾ ആരും പേര് കൊടുക്കണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആരെങ്കിലും ഒന്ന് പേര് കൊടുത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആരും കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളൊന്ന് സെറ്റായിട്ട് നമുക്ക് ചുമ്മാ പേര് കൊടുത്തേക്കാം, അവർക്ക് വിഷമമാവണ്ട, സങ്കടമാവാൻ, തിരിച്ച് പോകണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് കൊടുത്ത് തിരിച്ച് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ മഠത്തിൽ നിന്ന് ലെറ്റർ വരും. അപ്പോൾ ഈ ലെറ്റർ വന്നത് എനിക്ക് മാത്രം, എൻ്റെ കൂട്ടുകാരിൽ ആർക്കും ലെറ്റർ വന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു വന്നോ, ആർക്കും വന്നിട്ടില്ല, എനിക്ക് മാത്രമേ ലെറ്റർ വന്നുള്ളൂ. അപ്പോൾ ഈശ്വര പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ ചേച്ചിമാരും മമ്മിയും അവരെല്ലാവരും പറഞ്ഞു കുറച്ചും കൂടെ പക്വതയായിട്ട് പോയാൽ മതി, ഇപ്പോഴേ പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനും പറഞ്ഞു. അങ്ങനെ എക്സാം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ കുറേ വീട്ടിൽ നിന്ന് എങ്ങനെയും കുറച്ച് ദിവസം എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടും ക്യാമ്പ് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ നല്ല ദൂരമുണ്ട്, ഒരു രാത്രി മുഴുവൻ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും ക്യാമ്പിന് വന്നത്. ഒരു എക്സ്കർഷൻ പോലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പിന് വന്നു. ക്യാമ്പിന് വന്നപ്പം സിസ്റ്റേഴ്സിനെ കണ്ടു. അന്നാണ് ആദ്യമായിട്ട് കൊച്ചുത്രേസ്യയുടെ ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുന്നത്. കൊച്ചുത്രേസ്യാൻ ഇങ്ങനെ മിഷൻ ലീഗിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് കൊച്ചുത്രേസ്യാന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും അതെൻ്റെ വൊക്കേഷനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ മടത്തി വന്നു. അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് മഠത്തിൽ അകത്ത് കയറുന്നത്. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യാമ്പ് കഴിഞ്ഞ് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നു, ആ ആഗ്രഹമൊക്കെ പോയി. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് കൊന്തയൊക്കെ കയ്യിലിട്ട് ഭയങ്കര തീഷ്ണതയോടെ, അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും ഇവർക്ക് ഇതെന്താ പറ്റിയേ എന്നുള്ള രീതിയിൽ ചോദിക്കും. കാരണം ബസ്സുകാർക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ചേഞ്ച് വന്നോ എന്നുള്ള ഇത് ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാനുള്ള ശ്രമമൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് കുറച്ച് നാൾ കഴിഞ്ഞു, ആ ആഗ്രഹമൊക്കെ പോയി. പിന്നെ അവർ ക്യാമ്പ് കഴിഞ്ഞ് മഠത്തിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എക്സാം 10th റിസൾട്ട് വന്നു എക്സാമിൻ്റെ. ഇതുവരെ ഞാനൊരു എക്സാമിന് അങ്ങനെ തോറ്റിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ എക്സാമൊക്കെ റിസൾട്ടൊക്കെ റിസൾട്ട് വന്നു. അന്ന് ഒരു വെള്ളിയാഴ്ചയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹിസ്റ്ററി സയൻസ് അതൊരു സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായിട്ടാണ് റിസൾട്ട് വന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നൊരു സംഭവം, അതായത് പ്രാർത്ഥനയിൽ അത്രയും ഒരു വിശ്വാസം വന്നത് ആ ഒരു സമയത്തായിരുന്നു.
ഞാനിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. വീട്ടിൽ റിസൾട്ട് വന്നു, തോറ്റുപോയി. കാരണം ഇതിനൊന്നും ഫേസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു തോൽവിയെ ഫേസ് ചെയ്തിട്ടില്ല. ഭയങ്കര വിഷമായി. അങ്ങനെ കരഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് യൂദാസ്ലീഹയുടെ നൊവേനയുണ്ട് അത് തൊട്ടടുത്തൊരു കുരിശുപള്ളി. അപ്പോൾ മമ്മിയും ചേച്ചിയും അവിടെ പോയി. അപ്പോൾ ഞാൻ പോകുന്നില്ല, എന്നെ തോറ്റതാണ്, ഞാൻ തോറ്റ കർത്താവ് എന്നെ തോൽപ്പിച്ചാണ്, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ. പക്ഷേ എന്നാലും ഞാൻ ഞങ്ങളുടെ എൻ്റെ മുറിയിലൊരു മാതാവിൻ്റെ രൂപം, ഒരു കുരിശു രൂപം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണെന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ദൈവവിളി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നല്ലോ. ഇനി എനിക്ക് ദൈവവിളി ഇല്ലായിരുന്നതുകൊണ്ടല്ലേ ഞാൻ തോറ്റുപോയത്, അതുകൊണ്ട് എനിക്ക് നിനക്ക് എന്നെ വേണ്ടായിരിക്കും, അതുകൊണ്ടല്ലേ ഞാൻ തോറ്റുപോയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എണ്ണിപ്പിറക്കി കരച്ചിലായിരുന്നു. ഇവർ നൊവേന കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ അങ്ങനെ തന്നെ കരഞ്ഞിരിക്കുന്നു. അപ്പോൾ മമ്മിക്ക് ഒരു ഫോൺ വന്നു വീട്ടിലോട്ട്. റിസൾട്ട് വന്നോന്ന് ചോദിച്ച് ഞങ്ങളുടെ സാറ് വിളിച്ചു. അന്നേരം സാറിനോട് ഞാനിങ്ങനെ പറഞ്ഞു, സാറേ വന്നു റിസൾട്ടിനകത്ത്, ഞാൻ ഒരെണ്ണം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാറ്, ഞാൻ അങ്ങനെ സാധ്യതയില്ലല്ലോ. സാറൊന്നും കൂടെ നമ്പർ എടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് റിസൾട്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സാറ് പോയി റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എല്ലാത്തിനും പാസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര, എനിക്ക് ദൈവവിളി ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും അത് ഉറപ്പിച്ചത്, ദൈവവിളി ഉണ്ട്, അതൊരു കാരണമായി എന്ന്. അതിനുശേഷം ഞാൻ പിന്നെ മടത്തി വന്നു. പിന്നെ ഇങ്ങോട്ട് സന്തോഷമായിരുന്നു കേട്ടോ, ഒരുപാട് സന്തോഷമായിരുന്നു. സന്യാസ ജീവിതം സന്തോഷമായിട്ട് തന്നെ പോയി. ഇപ്പോൾ അതനുസരിച്ച് എൻ്റെ കോൺഗ്രിഗേഷൻ, ഇപ്പം ഞാൻ പാട്ട് പാടാൻ പാട്ട് പഠിച്ചിട്ടില്ല അത്, പക്ഷേ എന്നാലും ദൈവം ഇത്രമാത്രം ഉയർത്തുന്നു എന്ന് കാണുമ്പോൾ അതിൽ ഒരുപാട് തമ്പുരാന് തന്നെ മഹത്വം, അതൊരുപാട് സന്തോഷമായിട്ട് അങ്ങനെ നന്നായിട്ടൊക്കെ പോകും. സിസ്റ്റർ പാട്ട് പാടുന്ന കാര്യം പറയുമ്പോൾ ഒരു 2 വരി പാട്ട് ഒന്ന് മൂളാൻ പറ്റും? സുന്ദരം ഈ ജീവിതം സന്യാസം ഈ ഭൂമിയിൽ, ലോകരെ മാറോടു ചേർത്തെന്നും ദൈവത്തിനായി മാത്രം അഴുകിത്തീരും ഗോതമ്പിൻ മണി പോൽ അവസാന ശ്വാസം വരെ സോദര സ്നേഹം. ഓക്കെ, താങ്ക് യു. എന്തായാലും ലാസ്റ്റ് സിസ്റ്ററിലേക്ക് വരാണ്. SIBS സിസ്റ്ററും തുടക്കത്തിലാണ് അല്ലേ, ഇവര് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ ഷെയറിങ് സിസ്റ്റർ കേട്ടു, തുടക്കത്തിലാണ്. സിസ്റ്റർ എങ്ങനെയാണ്? ഓക്കെ, ഞാനിപ്പോൾ ഇവരുടെ കേൾക്കുമ്പോൾ ഓർക്കുമായിരുന്നേ, ആ ഒരു വചനം ഉണ്ടല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്ര എന്നുള്ളത്. ഇപ്പം എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു ആ ഒരു വചനം അത്ര അങ്ങനെ ജീവിച്ച പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഉടുപ്പിട്ടിട്ട് 4 വർഷമായിട്ടുള്ളൂ. എൻ്റെ വീട്ടിലെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡാഡി മമ്മി ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മമ്മി എന്നെ എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുമായിരുന്നു. പള്ളിയിലേക്ക് എല്ലാ ദിവസവും, ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്, അപ്പോൾ എന്നും പറഞ്ഞു വിടും. അതുപോലെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയോട് ചേർന്ന് അങ്ങനെ ഒരു രീതിയായിരുന്നു. കാറ്റഗിസത്തിന് പോകണം, കാറ്റഗിസം പഠിപ്പിക്കാൻ പോകണം. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലാണ് വളർത്തിയതുമൊക്കെ. അപ്പോൾ വിശ്വാസ പരിശീലനത്തിന് എല്ലാം ആ ഒരു പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈഫായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെയും ഡാഡിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് വിടണമെന്നായിരുന്നു. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മളോട് ഇങ്ങനെ പറയും, വലുതാകുമ്പോൾ കളക്ടർ ആവണം, സിവിൽ സർവീസിന് പോകണം. അങ്ങനെ ഒരു ഇൻപുട്ട് അങ്ങനെ രീതിയിലാണ്. ഇപ്പോൾ ഡാഡിയുടെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഡാഡിയുടെ ബുക്സൊക്കെ ഇഷ്ടമാരുണ്ട്. ഇപ്പോഴും നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓപ്പണായിട്ട് എന്തിനു വേണമെങ്കിലും നമുക്ക് പോകാം. അങ്ങനെ ഒരു ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം ആ രീതി. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മൾ എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും കൂടും, ഡാൻസിന്, പാട്ടിന്, പ്രസംഗത്തിന് എല്ലാത്തിനും കൂടാനുള്ളൊരു സാഹചര്യം. അതിനൊന്നും വീട്ടിൽ നിന്നൊരു നോ ഇല്ല, മറിച്ച് എപ്പോഴും ഇങ്ങനെ ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു അങ്ങനത്തെ ഒരു നോ കിട്ടുന്നൊരു അവസരമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനത്തെ സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അതായത് സിവിൽ സർവീസാണോ തമ്പുരാൻ്റെ ശുശ്രൂഷിക്കുന്നതാണോ, അതിലേതാണ് ശ്രേഷ്ഠം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഇപ്പോൾ 10th കഴിയുമ്പോഴുള്ള സാധാരണ എല്ലാവരും കോൺവെൻറ്റിലൊക്കെ ചേരാൻ വെച്ചു. അപ്പോൾ ഞാനും ചോദിച്ചു 10th കഴിഞ്ഞപ്പോൾ. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ എന്ന SH സിസ്റ്റേഴ്സാണ്. അപ്പോൾ എനിക്കും ജോസിസ്റ്ററിൻ്റെ അതേ ഒരു രീതിയാണെന്ന് വെച്ചാൽ അതല്ലാതെ നമുക്ക് വേറൊന്നും അറിയില്ല. കോൺഗ്രിഗേഷൻ വേറൊരു കോൺഗ്രിഗേഷനെ കുറിച്ച് അറിയത്തില്ല. സിസ്റ്റർ ആവുമെന്ന് പറഞ്ഞാൽ SH പോവുക ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സായാലും നമ്മുടെ അടുത്ത് പറയും, ഞങ്ങളുടെ കൊച്ചാട്ടോ, അവർ നമ്മളെ പള്ളിയിൽ പൂ വയ്ക്കാനും കൂട്ടും, പീക്കെന്ന് പറയുന്നത് അതൊക്കെ കുത്താനൊക്കെ കൂട്ടും, അങ്ങനെ ആൾക്കാർ അലങ്കരിക്കാനൊക്കെ കൂട്ടും. അപ്പോൾ നമുക്ക് സന്തോഷം, നമ്മൾ അവിടെ എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഉള്ളിലും വീട്ടിൽ നിന്ന് പറഞ്ഞ് നമുക്ക് സിവിൽ സർവീസ് എന്നുള്ളൊരു കാര്യം ഉള്ളിലിങ്ങനെ കിടപ്പുണ്ട്, നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കിടപ്പുണ്ടെങ്കിലും നമ്മളൊരു അരുത്. അപ്പോൾ 10th കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു.
കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് നിനക്ക് ആഗ്രഹമാണ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, +2 പഠിക്കാൻ വിട്ടു. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഇച്ചിരി വലുതായല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് അപ്പോഴും നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും എന്നോട് പറയുന്നുണ്ട്, സിവിൽ സർവീസിന് പോകും, നിനക്ക് പറ്റും, ആ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് ഈ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ജോസി സിസ്റ്റർ പറഞ്ഞതാണ്, ഒരു റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൾ. അത് നമുക്ക് ഈശോയുടെ പ്രണയം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയ ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ഇപ്പം നീ പഠിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഡിഗ്രിക്ക് ചേർന്നോളാൻ പറഞ്ഞു. ഇപ്പം മാത്തമാറ്റിക്സ് എടുത്ത് ഡിഗ്രിക്ക് വിട്ടു. ഡിഗ്രിയുടെ സമയത്ത് നമ്മുടെ ഉള്ളിൽ അന്നും കോളേജിലെ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ കൂടുന്നുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹം കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഡാഡിയുടെ മമ്മിയോട് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പൊയ്ക്കോട്ടെ. അപ്പം മമ്മി പറഞ്ഞു, എൻ്റെ കൊച്ചെ മഠത്തിലൊക്കെ എന്നാ നടക്കുന്നത് നിനക്കറിയാവോ, അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട, നീ കേൾക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു റിപ്ലൈ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും വിഷമമായി ഒരു തരത്തിലും, കാരണം ഡാഡിയുടെ മമ്മിയുടെ അനുഗ്രഹത്തോടെ സന്തോഷമായിട്ട് പോകുന്ന വെച്ചിട്ട് എന്ത് ചെയ്താൽ നമുക്ക് ഒരു അനുവാദം കിട്ടുന്നില്ല. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴും പോകാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും നമുക്ക് അതിലേക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടപ്പം എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി തുടങ്ങി. ഞാനും ചിന്തിച്ചു, ഈശോയ്ക്ക് എന്നെ വേണ്ടായിരിക്കും, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നൊരു സമയത്താണ് എന്നോട് പറഞ്ഞു, എന്നാൽ നീ MCAക്ക് പോയി ചേർന്നു, അതിന് പഠിച്ചോ, ഇനി വേറെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് കാറ്, സ്കൂട്ടി, ഫോൺ എല്ലാം തന്ന് നമ്മളെ പഠിക്കാനായിട്ട് വിടുകയാണ്. ഡിഗ്രി ഞാൻ വിമൻസ് ഓൺലിയിലാണ് പഠിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മിക്സ്ഡ് കോളേജിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. അപ്പോൾ നമുക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ വിടുകയാണ്. അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പം ആ ഒരു 3 വർഷം MCA 3 വർഷത്തെ കോഴ്സാണ്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ ഉള്ളിൽ സ്റ്റിൽ ഈ ഒരു കാര്യം നിൽക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്, ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശോ തിരഞ്ഞെടുത്താണ്, ഈശോ നോക്കി വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വിട്ടു പോകുന്നില്ല, നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത്രയും ഒരു ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു കോള് നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതിന് ശേഷവും വീട്ടിൽ ചോദിച്ചിരിക്കുമ്പം ഇങ്ങനെ പറയുകയാണ്, അതായത് ഒരു തരത്തിലും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവർ പറയുന്ന ഒരു മഠത്തിലാകെ പ്രശ്നമാണ്, ഭയങ്കര പീഡനമാണ്, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയ്ക്കായിട്ട് ചാപ്പലിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത ഡിവൈൻ മേഴ്സി ഷ്രൈൻ എന്ന് പറഞ്ഞ് തൊടുപുഴയുള്ള, അപ്പോൾ അവിടെ ആ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ലോകത്തിൽ ആരെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും ഉറപ്പായിട്ട് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു ഇടം ഈശോയാണ്. നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളൊരു സ്ഥലം ഈശോയാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ ഓർത്തു, പരിശുദ്ധ കുർബാനയുടെ അടുത്ത് എത്താനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? അതായത് എന്തെല്ലാം വന്നാലും എനിക്ക് ഓടിച്ചെല്ലാനൊരു ഇടമുണ്ട്, സക്രാരിയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് SABS കോൺഗ്രിഗേഷൻ ഞാൻ പരിചയപ്പെടുന്നത്. അതിലേക്ക് പോരാം, എന്നാൽ SABS ചേർന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് തീരുമാനം വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ മമ്മിയോടും ഡാഡിയോടും ചെന്ന് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മമ്മീൻ്റെ ഡാഡി അതുവരെ നോ പറഞ്ഞ ആൾക്കാരെ യെസ്സും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ മൗനസമ്മതം നടത്തുന്നു, ഇറങ്ങിപ്പോരാം. അത് ശരിക്കും പറഞ്ഞ ഒരു ഇത് പറഞ്ഞാൽ ഇറങ്ങിപ്പോരുവാണ് ചെയ്തത്. പക്ഷെ അവരെന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഡാഡിയും മമ്മിയും അനുഗ്രഹിച്ചാണ് വിട്ടതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടെന്നൊക്കെ വേണേൽ പറയാം, എങ്കിൽ പോലും അവരനുഗ്രഹിച്ചാണ് വിട്ടതെന്ന് നമുക്കറിയുന്നു. അങ്ങനെയാണ് SABSലേക്ക് കടന്നു വന്നത്. വന്നതിന് ശേഷം എനിക്ക് തോന്നി, സിസ്റ്റർ പറഞ്ഞത്, അതായത് നമ്മൾ എത്തിയ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിച്ചേരേണ്ട അടുത്ത് എത്തി എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 വർഷമായി. ഇപ്പോൾ ഇപ്പോഴും ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, പക്ഷേ എന്താണ് എൻ്റെ ലൈഫിനെ മുഴുവൻ മാറ്റിമറിച്ച്, അല്ലെങ്കിൽ കോളേജൊക്കെ പഠിച്ച കാലത്ത് ക്ലാസ്സിൽ പോലും കയറാതെയൊക്കെ പുറത്തേടി നടന്ന് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ എൻ്റെ ലൈഫിനെ ഫുള്ളിങ്ങനെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കിട്ടിയൊരു ഉത്തരവ് അത് തന്നെയായിരുന്നു, വിളിച്ചത് ഈശോയാണ്. ഈശോ കൊണ്ടു നടക്കുന്നു, ഈശോ സ്നേഹിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നതെന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പം അതാണ് ശരിക്കും. പിന്നെ അതിനുശേഷം എൻ്റെ ഡാഡിയും മമ്മിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മി കുറേയും കൂടെ പരിശുദ്ധ കുർബാനയെ, മമ്മി നേരത്തെയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു, എന്നും പോകുന്ന ആളായിരുന്നു, എന്നും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മമ്മി എന്നെ വിളിക്കുമ്പോൾ എൻ്റെ മമ്മി എന്നോട് പറയും, മമ്മി കാറ്റഗിസം ടീച്ചറാണ്, മമ്മി പറയും, എൻ്റെ കുഞ്ഞെ, ഈശോയെക്കുറിച്ച് പരിശുദ്ധ കുർബാന ഇത്രയും വലുതാണെന്ന് അറിയാൻ ഇത്രയും വൈകിപ്പോയി, ഇത്രയും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഇത്രയും വൈകിപ്പോയി. അതായത്
ഞാനിവിടേക്ക് വന്നപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് അതിൻ്റെ അനുഗ്രഹം ചെല്ലുവാണ്. പിന്നെ എൻ്റെ ഡാഡിയിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാഡി അത്ര വിശ്വാസമുള്ളൊരു വ്യക്തിയൊന്നുമല്ലായിരുന്നു. പക്ഷേ ഡാഡി ഇതിനെ എടുത്തൊരു രീതിയാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സ് ഒരിക്കൽ ഡാഡിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഡാഡിയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഡാഡിയോട് അവർ അല്ലാതെ ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡാഡിയോട് ചോദിച്ചു, പരിചയപ്പെടുകയാണ്. അപ്പം മോൻ എന്നാ എടുക്കുക, മോൻ്റെ മക്കളൊക്കെ എന്നാ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 2 പേര് ഇളയവർ 2 പേരുടെ കാര്യം, മൂത്തയാളാണ് വീട്ടിലെ. അപ്പോൾ എന്നെക്കുറിച്ച് ഡാഡി മിണ്ടുന്നില്ല. അപ്പോൾ അവരൊക്കെ മക്കളൊക്കെ എന്നാ എടുക്കുമെന്ന് ചോദിക്കുമ്പം ഇളയവർ 2 പേര് എന്നാ എടുക്കുമെന്ന് ഡാഡി പറഞ്ഞുകൊണ്ടിരിക്കുക. 2ാമത്തോളം ഇങ്ങനെ പഠിക്കുകയാണ്, 3ാമത്തോളം എന്നെ പോലെ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ മൂത്തയാളുടെ കാര്യം ഡാഡി മിണ്ടുന്നേ ഇല്ല. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ചോദിച്ചു, അല്ല അപ്പോൾ മൂത്ത ഒരാളും കൂടി ഇല്ലേ, ആൾ എന്തെടുക്കുവാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു, അവൾ ഒരുത്തൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റേഴ്സ് ആകെപ്പാടെ ഷോക്കായി. കാരണം കൂളായിട്ടാണ് പറഞ്ഞത്, ഒരുത്തൻ്റെ കൂടെ പോയി. അപ്പോൾ തന്നെ സിസ്റ്റേഴ്സ് ആദ്യം ചോദിച്ചു, നമ്മുടെ കൂട്ടക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, ജൂതനാണ്. അപ്പോൾ ഡാഡി സിസ്റ്റേഴ്സ് വല്ല വേലയും കൂലിയൊക്കെ ഉള്ളതാണെന്ന് ചോദിച്ചു. അതൊരു ആശാരിച്ചെറുക്കനാന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റേഴ്സിന് പിന്നെയും ഇത്രയും ഒരു കൂളായിട്ട് പറഞ്ഞു വിടുവാണല്ലോ. അപ്പോൾ പറഞ്ഞു വെച്ചു, പഠിച്ച കാലത്തെല്ലാം പരിചയപ്പെട്ടതൊക്കെ ആയിരിക്കുമല്ലേ പറഞ്ഞു. അതൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്, പിന്നെ അവർ തമ്മിൽ പറയാണ്, ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതല്ലേ, അങ്ങനെ ആയിരിക്കും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എങ്ങനെ അവർക്ക് സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? അപ്പോൾ ഉടനെ ഡാഡി പറഞ്ഞു, അവളിപ്പോൾ നിങ്ങളുടെ മഠത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരാണ് ഈ ജൂത ചെറുക്കൻ, ഈ ആശാരി ചെറുക്കൻ ആരാന്നുള്ളത് അവർക്ക് പിടികിട്ടിയത്. പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാനും ചിരിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഇരുന്ന് ഓർക്കുമ്പോൾ, ഞാൻ 4 വർഷമേ ആയിട്ടുള്ളൂ, ഇവരുടെ അത്രയൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ ആശാരി ചെറുക്കൻ്റെ കൂടെ അന്ന് ഇറങ്ങിപ്പോയിട്ട് ഇന്നും ഒരു കുറവും ഇതുവരെ ഈശോ വരുത്തിയിട്ടില്ല. നമുക്കെന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ട്, ഈശോയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഈശോയുടെ അത് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഈശോ എനിക്ക് അങ്ങനെ വേണം. ഞാൻ ഈശോയുടെയൊക്കെ പറയും, ഈശോ എന്നെ കറങ്ങാൻ കൊണ്ടുപോകണം കേട്ടോ, ഇങ്ങനെ പറയട്ടോ. ഇപ്പം ഞാൻ ഉടുപ്പിട്ട് 4 വർഷമായി. ഇപ്പം പഠിക്കാനൊക്കെ ആയിട്ട് വീണ്ടും എന്നെ പഠിക്കാനായിട്ട് വിട്ടു. MSc ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കറങ്ങി നടക്കുവാണ്. ഇപ്പം ഞാൻ പ്രോൺഷ്യസ് ഇപ്പോഴും ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഈശോ എന്നെ അതായത് പഠിക്കാൻ എന്നുള്ളത് ആഗ്രഹം ഇപ്പോഴും നടക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിവിൽ സർവീസിൽ നിന്ന് അവൻ്റെ സർവീസിലേക്ക് അല്ലെങ്കിൽ ജീസസ് സർവീസിലേക്ക് ദൈവം മാറ്റി. അതൊരു വലിയൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഈ 6 പേരും നിങ്ങൾക്ക് കിട്ടിയ വൊക്കേഷൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രചോദനം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അനുഭവം, വളരെ ആത്മീയ അനുഭവം, ഒരു സന്തോഷം, അതെല്ലാം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തീർച്ചയായും എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എനിക്കറിയില്ല, നിങ്ങൾ പറയുമ്പോൾ അത് സങ്കടമല്ല, സന്തോഷമാണെന്ന് വെച്ചാൽ ഒരു ആത്മസംതൃപ്തി എനിക്ക് തോന്നണം. സത്യം പറഞ്ഞാൽ നിങ്ങളെ അനുഭവം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി, ആ പാക്ക്. എനിക്കിപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാം. ഇപ്പോൾ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ പൊതുവേ പുറത്തുനിന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വിവിധ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളവർ. സത്യത്തിലെ ഒരു സമർപ്പിതർ എങ്ങനെയായിരിക്കണം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സിസ്റ്റേഴ്സ് അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കണം, അങ്ങനെ പറയുന്നവർ തന്നെയാണ് പറയുന്നത് ഞങ്ങളെ അകത്തടച്ചു വെച്ചേക്കുവാണ്, അവർക്ക് അവിടെ ശ്വാസം മുട്ടിയാണ് അവർ ജീവിക്കുന്നത്, ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇവർക്ക് അങ്ങോട്ട്. ഇതൊരു ഭയങ്കര കോൺട്രഡിക്ഷനാണിത്. പുറത്ത് നിൽക്കുന്നവർ ഇങ്ങനെ പറയുകയും ചെയ്യും, എന്നാൽ നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഇവർ പക്കാ എതിരാണ്. പിന്നെ വേറൊരു കാര്യം, സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് പറയാറുണ്ട്. ഞാൻ പറയും, ഈ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം, ഏറ്റവും പ്രത്യേകമായിട്ട് അനുസരണം, ഈ ഒരു വ്രതമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. കാരണം നമുക്കറിയാം, നമ്മൾ വീട്ടിൽ അപ്പൻ നമ്മുടെ കൂടെ ഉള്ളപ്പം ആ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന പോലെ അങ്ങ് പോയാൽ മതി. പക്ഷേ നമ്മൾ തന്നെ നടക്കാൻ തുടങ്ങുമ്പം നമ്മൾ തന്നെ കണ്ടെത്തണം, കാര്യങ്ങൾ അറിയണം. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ അപകടത്തിൽ ചെന്ന് വീടാം. പക്ഷേ ഈ ഒരു അനുസരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പിന്നെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോസിയ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അതങ്ങ് ചെയ്താൽ മതി. ഞങ്ങൾ ഭയങ്കര ഫ്രീഡമാണത്. നമുക്കതിനകത്ത് ഇനി അതിനകത്ത് തെറ്റുപറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സുപ്പീരിയേഴ്സിനാണ്. അല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ നമ്മളനുസരിച്ചു എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പം ഞങ്ങളാരും ഒരേ അച്ചിൽ വാർത്തെടുക്കപ്പെട്ടവരല്ല.
അവനവൻ്റെ തനിമ ജീവിക്കാൻ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് ഞാൻ കേട്ടതിൽ എല്ലാ കോൺഗ്രിഗേഷനിലും അവനവൻ്റെ തനിമ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള മുഴുവൻ സാധ്യതകളും ഓരോ സന്യാസ സമൂഹവും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്. പിന്നെ നമ്മളുടെ ഭാഗത്ത് ചെയ്യേണ്ടതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിവും കൃപയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിവ് എനിക്ക് ഇന്നത് ഇതെല്ലാം എനിക്ക് വേണം, അങ്ങനെ നമുക്ക് തരുന്നത് ദാനമായിട്ട് സ്വീകരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് അത് സുപ്പീരിയേഴ്സ് എന്ത് പറയുന്നു അത് അത്രയും മതി, നമ്മൾ അത്രയും ചെയ്താൽ മതി, അതിൻ്റെ ഒരു ഇതുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു നിയത രൂപം അത് പുറത്തുള്ളവരിങ്ങനെ പറയുവാണ്, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് സ്റ്റഡി ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ജോലികളിലേക്ക് ഇറങ്ങാൻ പാടില്ല, അവരാണോ ഇങ്ങനെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒത്തിരിയേറെ ചില സിസ്റ്റേഴ്സിൻ്റെ ഡാൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ ചില അച്ഛന്മാരുടെ ഡാൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്നത് വരാറുണ്ട്. ഇപ്പം നമ്മളുടെ മറ്റേ ഫ്ലവേഴ്സ് ചാനലിലോ അവിടേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇച്ചിരി വൈറലായിട്ടുള്ളവരെ അവർ ക്ഷണിച്ചു കൊണ്ടുവരും. അപ്പം ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സിനെയൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ചില കമൻസ് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ പാടില്ല, അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ മാത്രം ഇരിക്കേണ്ടവരാണ്. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ ഇപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ സമയം കേട്ടോ, അപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇത് തന്നെ ഇത് ഒന്നാമത്തെ കാര്യം എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഇത് ലോകത്തിന് മനസ്സിലാവില്ല. ഈ സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദം എന്താണെന്നും പിന്നെ അവൻ എന്നും വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ലോകത്തിലിരിക്കുന്ന മനുഷ്യർക്കത് മനസ്സിലാവില്ല. പിന്നെ എല്ലാവരെയും മനസ്സിലാക്കി അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പിന്നെ ഞങ്ങളും മനുഷ്യരാണ്, നമ്മൾ ഇതിനകത്തേക്ക് സന്യാസത്തിനകത്തേക്ക് കയറുന്നു എന്ന് കരുതി നമ്മളുടെ മുഴുവൻ സാധ്യതകളും കഴിവുകളും എല്ലാം കൊണ്ട് അടിയറ വെച്ചിട്ട് പിന്നെ ഏതോ ഇങ്ങനെ സ്ലേവ്സ് ജീവിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇത്. സിസ്റ്റർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചിരുന്നു, പണ്ട് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒരു നൃത്തം ചെയ്യണ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവരെന്താ ഈ പറഞ്ഞ പോലെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ പലരായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈശോയാണ് ഇവർക്ക് ഈ കഴിവുകളൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ കഴിവുകൾ അവർ ഒരു സന്യസ്ത ജീവിതത്തിൽ വരുമ്പോഴാണെങ്കിൽ ആ കഴിവുകൾ ഈശോയ്ക്ക് തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതാണ് മറ്റുള്ളവർക്ക്. ഈ പറയുന്നവരുടെയൊക്കെ കുട്ടികളൊക്കെ നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ ഈ നഴ്സറിയിലുള്ള കുട്ടികളെ സ്റ്റേജിൽ എല്ലാ കുട്ടികളെയും സ്റ്റേജിൽ കയറ്റും. ആരാ കയറ്റുന്നേ? സിസ്റ്റേഴ്സാ. ഈ സിസ്റ്റേഴ്സാണ് ഡാൻസും പാട്ടും. ഞാൻ ഓർക്കുന്നത് എന്നെയൊക്കെ ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിർത്താൻ, പ്രസംഗം പറയാൻ, മോണാക്ട് കളിക്കാൻ, പാട്ട് പാടാൻ ഒരു 2 കവള് മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഈ പറയുന്ന വിമർശിക്കുന്നവർ പോലും ഈ വിമർശിക്കാനുള്ള വാക്കുകൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തത് സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് ഞങ്ങളാരും അങ്ങനെ ഞങ്ങൾ കാരണമാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ ആയതെന്ന് മാത്രമേ പറയാനുള്ളൂ. സിസ്റ്റേഴ്സിന് ഡാൻസ് അറിയാവുന്നതുകൊണ്ടും പാട്ട് അറിയാവുന്നതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പല കുട്ടികളും ഈ വിമർശിക്കുന്നവരും ചെറുപ്പത്തിലെ അവരെ കൈപിടിച്ച് ഉയർത്തി സിസ്റ്റേഴ്സ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്ററാണ് തെരേസ. കണ്ടോ? ആദ്യം എനിക്ക് പകർന്നു തന്ന ആ ഒരു ഇതും പിന്നെ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഞാനും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഈ അൾത്താര ബാലന്മാരെ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മളോട്, പാത്രിയർഗീസ് എന്നൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ട ഈ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവർ തന്നെ തിരിഞ്ഞു നിന്ന് പറയും ഈ സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യാമുള്ളൂ, ഇങ്ങനെ ചെയ്യാം. ഇതിനോട് ചേർത്തിട്ട് തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പല സമൂഹമുണ്ട് ഇന്നിപ്പോൾ, പല വ്യത്യസ്ത കോൺഗ്രിഗേഷൻ, വ്യത്യസ്തമായ കാര്യസം, വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്, വ്യത്യസ്തമായ രീതികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മഠത്തിനും. ആ രീതികളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ സഭയിൽ ചേരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചില വസ്ത്രങ്ങൾ, ഇപ്പോൾ അച്ഛന്മാരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഷർട്ടും പാൻറ് ഇടാം, ജീൻസ് ഇടാം, ഷോർട്ട്സ് ഇടാം, അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും പോവാം എന്ന രീതിയിലാണ്. സിസ്റ്റേഴ്സ് പക്ഷേ ഈ ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ, അവരത് ഒരു വെയിലിടണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സന്യാസത്തെ മോശമാക്കാനായിട്ട് ചിലവർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇത്, കാരണം അവരെ കണ്ടില്ല, അവർ ഡ്രസ്സ് മാത്രമേ ഇടാവൂ, അച്ഛന്മാർക്ക് അവർക്ക് എന്ത് ഡ്രസ്സും ഇടാം, ഡ്രസ്സ് പാടില്ല. അപ്പോൾ ഒരു സഭയിൽ തന്നെ 2 നിയമം അവരങ്ങനെ മാറ്റി നിർത്തുന്നു. ഇവരെ ഇതിനോട് എന്താണ് എന്നേനാണ്, അതായത് എനിക്ക് തോന്നുന്നു സന്യാസത്തിൽ തന്നെ പല ഇതുണ്ട്. അതായത് ഒരുപക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാത്ത പോലും ഇങ്ങനത്തെ സാധാരണ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകുന്ന സിസ്റ്റേഴ്സും കൂടി ഉണ്ട് അല്ലേ? അത് മനസ്സിലാക്കി അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചേരാം, അങ്ങനെ എന്തോ ഇല്ല. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് ആകുമ്പോൾ ഞങ്ങളുടെ വെസ്റ്റീഷൻ്റെ അന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സാരി ആയിരിക്കണം വെക്കാറെല്ലാവരും നിൽക്കുക. ശരിക്കും ഒരു കല്യാണ പെണ്ണിൻ്റേതുപോലെ വസ്ത്രധാരണം ചെയ്ത് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ അത് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഈ തിരുവസ്ത്രം ധരിക്കുകയാണ്. അതിൻ്റെ ഒരു ആത്മീയ വശം ഇതാണ്, ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരാണെന്നും ഒരു സാധാരണ സാരി എടുത്ത ഒരു സ്ത്രീയെ കാണേണ്ടതുപോലെയല്ല ഇനി നിങ്ങളെ കാണേണ്ടതെന്നുമുള്ള ഒരു
ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഈ ഞങ്ങളുടെ ഈ തിരുവസ്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത്, എന്താ ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വേറൊരു കാര്യം, ഞങ്ങളുടെ സമൂഹങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഫീസ്റ്റുകളും പരിപാടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കുന്നവരാണ് കേട്ടോ. അല്ല ഇപ്പൊ പുറത്തും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്, അങ്ങനെ എല്ലാവരും ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളതാണ് ഒരു സ്വാതന്ത്ര്യം. ഞങ്ങൾക്കത് ഇപ്പൊ ഞങ്ങൾ ഈ ഡ്രസ്സിന്റെ ഉള്ളിലായി, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി അയ്യോ അത് ഉടുക്കണം എന്ന് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് 2 ഡ്രസ്സ് കളർ ഉണ്ടാവും മിക്കവാറും എല്ലാവർക്കും തന്നെ. അപ്പൊ ഇനിയിപ്പോ ഡ്രസ്സിന്റെ ഭംഗി നോക്കിയോ അല്ലെങ്കിൽ അതിന്റെ ചെളി പറ്റുമോ നോക്കിയോ, അങ്ങനെയല്ല. ഈ ഒരു വസ്ത്രത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനകത്തേക്ക് ഒരു ആകർഷണം ഞങ്ങൾക്ക് തോന്നുന്നില്ല. ശരിക്കും നമുക്ക് ഈ വസ്ത്രത്തോട് ഒരു സ്നേഹം തോന്നും ശരിക്കും പറഞ്ഞു. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവധിക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഡാഡി എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇതിട്ടുകൊണ്ട് നടക്കുന്നത്, നിങ്ങൾക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് നടന്നില്ല, വീട്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തിനാ ചുരിദാർ ഇട്ടുകൊണ്ട് നടന്നുകൂടെ എന്ന് എന്നോട് ചോദിച്ചാൽ. അപ്പം ഞാൻ ഡാഡി പറഞ്ഞു, ഡാഡി എനിക്ക് ഇത് ഇടുന്നതാണ് ഇഷ്ടം, ഇതിനോട് നമുക്ക് തോന്നുന്നൊരു സ്നേഹമുണ്ട്. അത് നമുക്കിത് ലഭിച്ചു കഴിയുമ്പം നമുക്കിതിനോട് വലിയ സ്നേഹം തോന്നും. പിന്നെ ഇത് മാറ്റാൻ തോന്നും. ശരിക്കും മറ്റ് വസ്ത്രത്തെക്കാളും ഇതൊരു വിശുദ്ധ വസ്ത്രമാണല്ലോ, ഞാൻ തന്നെ വിശുദ്ധ വസ്ത്രം അണിയിക്കുന്ന വചനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പം അതിനോട് നമുക്കൊരു സ്നേഹം തോന്നും. ഇതിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളത്, ഇത് ഇടുമ്പോഴാണ് എനിക്ക് അഭിമാനം തോന്നുന്നത് എന്നുള്ള ഒരു ഇതുണ്ട് അതിൽ ശരിക്കും. സിസ്റ്റർ ഒരു കാര്യം കൂടി, അതായത് ഞാനിപ്പോൾ ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ വസ്ത്രം, തിരുവസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം, നിങ്ങളത് സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇടുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പല ചോദ്യം വരുന്നത്, അച്ഛന്മാർക്ക് അത് ചെയ്യാം, അവർക്ക് ആ തിരുവസ്ത്രമാണ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അവരത് ഷർട്ടും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നു, കുർബാനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ലോഹ ഇടുന്ന അച്ഛന്മാരുണ്ട്, സന്യസ്തർക്ക് അത് പാടില്ല, അങ്ങനെയുണ്ടോ? സന്യസ്തർക്ക് അത് പാടില്ല എന്നില്ല. കാരണം ഇപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഉള്ള ഒരു അതായത് ഇത് തന്നെ എന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ സന്യാസത്തിലേക്ക് വരുമ്പോഴെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പല കോൺഗ്രിഗേഷനിലാണല്ലോ, ഇതുപോലെ തന്നെ ഏകസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ട്, ഡ്രസ്സ് മാറാവുന്ന സാധാരണ ഡ്രസ്സൊക്കെ കോൺഗ്രിഗേഷൻസും ഉണ്ട്, കളർ ഡ്രസ്സ് ഇടുന്ന എന്ന് വെച്ചാൽ സിസ്റ്ററായിട്ട് തന്നെ വ്രതങ്ങളൊക്കെ എടുത്ത് ജീവിക്കുന്ന കോൺഗ്രിഗേഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ആരോപണത്തിന് അടിസ്ഥാനമില്ല. സിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ചുരിദാർ ധരിക്കുന്നവരുണ്ട്, സാരി എടുക്കുന്നവരുണ്ട്. ജനങ്ങളുടെ ഒരു അറിവില്ലായ്മയായിരിക്കും ഒരു പക്ഷേ എല്ലാ സിസ്റ്റേഴ്സിനോടും ഇങ്ങനെയാണ് സിസ്റ്റേഴ്സിന് ഓപ്ഷൻസ് ഉണ്ട്. താല്പര്യമുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയുള്ള സന്യാസത്തിൽ ചേരാം. ഇപ്പോൾ സിസ്റ്ററൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈശോയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഈ ഒരു സഭയിലേക്ക് അല്ലെങ്കിൽ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നുള്ളത്. പക്ഷേ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു മേഖലയിൽ, ഇപ്പോൾ പഠനത്തിൻ്റെ മേഖലയാണെങ്കിലും ജോലി മേഖലയിലേക്കാണെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്നുണ്ടായ അതേ ഒരു സ്നേഹം തന്നെയാണ് ഈശോയോട് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾ, അല്ലെങ്കിൽ അതിന് കൂടുതലും മാധുര്യം കൂടിയോ അല്ലെങ്കിൽ ഈശോയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ പ്രേമം ഇപ്പോൾ എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന് കുറവ് എന്ന് പറയാൻ ഓരോ ദിവസവും അതിങ്ങനെ അനുഭവം വ്യത്യസ്തമായ രീതിയിലാണ്. ആ ഒരു സ്നേഹം കുറഞ്ഞെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും തീക്ഷ്ണതയോടുകൂടെ നമുക്കോരോ അവസരങ്ങളാണ്. ഇപ്പം ഈശോയെ സ്നേഹിക്കാൻ ഓരോരോ വേദികൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനത്തിൻ്റെ മേഖലകളാണെങ്കിലും അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈശോയുടെ ഇങ്ങനെയൊരു ഈശോ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി കൊടുക്കും. അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരാളെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, കാണിച്ചു കൊടുക്കും, അങ്ങനെ ഒരാളുടെ ആളാണ് ഞാൻ എന്ന് നമുക്കൊരു അഭിമാനത്തോട് പറയാൻ പറ്റും. അതിനൊക്കെ ഒരുപാട് വേദികളാണ് ഇപ്പോൾ പഠിക്കാൻ പോയാലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും. അപ്പം അതൊരു നമുക്ക് ബലമാണ്. ആ ഒരു ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ബലമാണ്. അതുകൊണ്ട് അതിന് കുറവ് വന്നു, ഒരിക്കലും കുറഞ്ഞു പോയി മങ്ങിപ്പോയി എന്ന് പറയാൻ സാധിക്കില്ല. ഇനി അടുത്തത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു സിസ്റ്ററിനോട് ചോദിക്കാം. സിസ്റ്റർ ഇപ്പോൾ 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. സിസ്റ്റർ ഉടുപ്പി കയറിയ പിന്നെ ഫ്രീഡം പോയോ? ഫ്രീഡം ഒരിക്കലും പോയിട്ടില്ല. ഫ്രീഡം സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ഈ സമർപ്പിത ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് പണ്ടോട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഈശോയെ ശുശ്രൂഷിക്കണം, ആൾക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ. പിന്നെ പള്ളിയും പട്ടക്കാരെന്ന് പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുടുംബ വീട് പോലെ ആയിരുന്നു, അവിടെ തന്നെ ആയിരുന്നു ഏത് സമയം. അപ്പോൾ സിസ്റ്റർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു യൂത്ത് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തായിരുന്നു 4 വർഷം. അപ്പം ആ സമയത്തൊക്കെയാണ് ഞാൻ ഈശോടിന് വാശി പിടിച്ചത്, ഞാൻ ഇങ്ങനെയൊക്കെ പൊക്കോളാം, അങ്ങനെ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചായിരുന്നു സിസ്റ്റർ ആയി കഴിയുമ്പം
അങ്ങനത്തെ ഒരു എനിക്ക് പോസിബിലിറ്റി കുറവാണല്ലോ കർത്താവേ, ഇവിടെ നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ടൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ്. ഞാൻ സിസ്റ്ററായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ സാധിച്ചു. ഇപ്പം ഞാൻ അവിടുത്തെ ഞാനിപ്പോൾ എറണാകുളം പ്രൊവിൻസിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ആലുവയിലാണ് ഞാൻ, ചുണങ്ങംവേലിയിൽ. അപ്പം അവിടെ എൻ്റെ ഇടവകയിൽ ഞാൻ ശുശ്രൂഷ കാറ്റീസം പഠിപ്പിക്കുന്നുണ്ട്, ഫാമിലി യൂണിറ്റിന് പോകുന്നുണ്ട്, ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാനൊരു കൊച്ചു സിസ്റ്റർ ആണെങ്കിൽ തന്നെയും എനിക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. പണ്ടും ഞാൻ ഫ്രീഡത്തോടെ ആൾക്കാരുടെ വീടുകളിലേക്കൊക്കെ കയറി ചെല്ലും. പക്ഷേ അതിനൊരു പരിമിതിയുണ്ട്. എനിക്കറിയുന്നവരുടെ വീട്ടിൽ മാത്രമേ എനിക്ക് അത്രയും പോകാൻ പറ്റുള്ളൂ. ഇന്ന് അറിയാത്തവരുടെ വീട്ടിൽ, ഏത് മതസ്ഥൻ്റെ വീട്ടിലും ആരുടെ വീട്ടിലും എനിക്ക് എപ്പോൾ കയറി ചെല്ലണതിനും ഒരു തടസ്സവുമില്ല. എന്താ അമ്മച്ചി, എന്താണ് സുഖമാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലാം, അടുക്കള വരെ അങ്ങോട്ട് ചെല്ലാം, ചായയൊക്കെ എടുത്തും കുടിക്കാം, ഒരു കുഴപ്പമില്ല. അതിന് സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സമില്ല. അതുപോലെ തന്നെയാണെങ്കിലും കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴാണെങ്കിലും മറ്റുള്ളവർ ഇടപെടുന്നതിനേക്കാളും കൂടുതൽ ഫ്രീഡം, ഒരു സ്പേസ് സിസ്റ്റേഴ്സിനുണ്ട്. അപ്പം അവർ തുറന്നൊന്ന് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് വരും. ഇങ്ങോട്ട് തന്നെ നമ്മൾ അന്വേഷിച്ച് വരും. സിസ്റ്റർ ഏതൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ പിള്ളേർ വരും. അപ്പം അതിനൊരു ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീഡവും ഒരു സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ അനുഭവിക്കുന്നത് ഈ കാര്യത്തിൽ അല്ലേ? ഒരു സിസ്റ്ററിനോട് വിചാരിച്ചു, സിസ്റ്റർ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഇവർ പല മേഖലയിൽ പലവരുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഒരു കുറച്ച് ചുമരുകളുടെ ഉള്ളിലായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പാവപ്പെട്ടവരെ നോക്കുക, വൃദ്ധരായ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ അതാണോ ഇഷ്ടപ്പെട്ട, എന്താണെന്ന് പറയാം? 4 ചുവരുകൾക്കുള്ളിൽ നമുക്ക് പറയാൻ പറ്റിയല്ല. കാരണം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ മലയാറ്റൂരാണുള്ളത്. അവിടെ 175ഓളം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉള്ളത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് മറ്റുള്ളവരുടെ സഹായത്തിലാണ്. നമുക്ക് വേറെ വരുമാനമോ ഫോറിൻ എയ്ഡോ അങ്ങനെ ഒന്നുമില്ല. അതായത് നിങ്ങൾ വേറെ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല? ഇല്ല, വേറെ ഒന്നുമില്ല. നമുക്ക് വരുമാനങ്ങളൊന്നുമില്ല ഉള്ളു. അപ്പം ഇവരുടെ എല്ലാം കാര്യങ്ങൾ നടന്നു പോകുന്നത് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ ഒരിക്കൽ നമുക്ക് ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് പറ്റില്ല. നമ്മൾ സമൂഹത്തോട് ഇടപഴകണം, അവരുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ഇപ്പം ഞങ്ങൾ മലയാറ്റൂരത്താണെങ്കിൽ ഞങ്ങൾ ഇപ്പം അത്യാവശ്യം ഇടവകല യൂണിറ്റുകളിലും അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന യൂണിറ്റ് കുടുംബ കൂട്ടായ്മയിലെല്ലാം പോകുന്നുണ്ട്. ഞങ്ങളാൽ പറ്റുന്ന, പിന്നെ ഇടവകയിൽ തന്നെയാണെങ്കിലും ഇപ്പം പൂവയ്ക്കൽ, അങ്ങനെ പിന്നെ എന്തെങ്കിലും ആരാധനയോ അങ്ങനെ, പിന്നെ കാറ്റക്കിസം, അതിനിപ്പോൾ ഞങ്ങൾ മലയാറ്റൂരൊക്കെയാണ് ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഇപ്പം ഇവരെ വിസിറ്റേഴ്സ് വരുന്നത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന്, ഇടവകളിൽ നിന്ന്, മാതൃ, അങ്ങനെ വിവിധ ആൾക്കാരുമായിട്ട് നമ്മൾ ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇപ്പം നമ്മൾ പുറത്ത് ഇപ്പം ഞങ്ങളെ പോലുള്ള ഇവരുടെയൊക്കെ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ഒരുപാട് നമ്മളെക്കുറിച്ച്, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുകയും വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുകി തന്നെയാണ് ചെയ്യുന്നത്. ആരോരും ഇല്ലാത്തവരെ പരിചരിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുകയും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി, കാരണം അവർക്ക് വേണ്ടിയൊക്കെ മാറ്റി വയ്ക്കാൻ ആരും ഇല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ, ആ ഒരു ശുശ്രൂഷയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിൽ സന്തോഷം കണ്ടെത്തുകയും. ഞങ്ങളുടെ ഒരു ആപ്തവാക്യമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന മത്തായി 25:40 എൻ്റെ ഏറ്റവും എളിയ സഹോദരനിൽ ഒരു നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവരെ ശുശ്രൂഷിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് അതൊരു എന്താ പറയുക, ഇപ്പോൾ അവരിൽ തന്നെ നമ്മൾ ആ ഈശോയെ തന്നെ കണ്ടെത്തി നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണത്, സന്തോഷമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാര്യം ഒരുപാട് കഷ്ടപ്പാട്, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞങ്ങൾ ഒരുപാട് ടയേർഡാകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ശുശ്രൂഷ മാത്രമല്ല, നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം പ്രാർത്ഥനയും ശുശ്രൂഷയും ഇതെല്ലാം കൂടി ഒന്നിച്ചു പോകുന്ന ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ വൈകിട്ട് ചിലപ്പോൾ ഒരുപാട് ടയേർഡായി വൈകിട്ട് കിടക്കാൻ പോകുമ്പം അങ്ങനെ ഒന്നാകെ ഇതായാലോ എന്ന് വിചാരിച്ചാൽ പോലും വളരെ ഒരു ആത്മസംതൃപ്തിയോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് നമ്മളോർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും വീട്ടിലേക്ക് പോകുമ്പോൾ. ഞങ്ങൾക്ക് 5 ദിവസമാണ് മൊത്തം വീട്ടിൽ പോകുമ്പോൾ. പക്ഷേ 2-ാം ദിവസമായി തന്നെ നമുക്ക് ആകെ ഒരു ബോറടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ എങ്ങനെയല്ലേ ഇവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴും എല്ലാവർക്കും ഇതൊരു അനുഭവമാണ്. കാരണം ആദ്യം ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു ദിവസത്തെ ഭയങ്കര സന്തോഷം എല്ലാവരും. പക്ഷേ പിന്നെ നമ്മളങ്ങോട്ട് എന്തോ ഒരു ബോറടി, പിന്നെ ഇവിടെ എത്താൻ വേണ്ടിയുള്ളൊരു തിടുക്കമാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു ചോദ്യമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലും, അല്ലെങ്കിൽ അധ്യാപക മേഖലയിലാണ് കൂടുതലും ഈ ഒരു സമർപ്പിതർ കടന്നു ചെന്നിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റർ ഒരു വക്കീലാണ്. അപ്പോൾ അങ്ങനെ ഒരു ജോലിയിലേക്ക് കടന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു എയിം സഭയിൽ പറഞ്ഞപ്പോൾ, സിസ്റ്ററിൻ്റെ കോൺഗ്രേഷനിൽ പറഞ്ഞപ്പോൾ അവരെങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്തത്?
എന്നോട് ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്. എൻ്റെ തലയിലോ ചിന്തയിലോ ഇങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ +2 മടത്തി വന്നതിന് ശേഷമാണ് പഠിച്ചത്. പിന്നെ നിർമ്മല കോളേജിൽ BSc കെമിസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിത്യവ്രതം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എന്നോട് പറഞ്ഞു, ഇനി എന്താ ചെയ്യുന്നത്, എന്തു പറയുന്നോ അതുപോലെ ചെയ്യാമത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു ഡിസിഷനായിരുന്നു എല്ലാ പ്രോവിൻസിൽ നിന്നും ഓരോരുത്തരെ ഈ LLB പഠിപ്പിക്കാൻ വിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് കേട്ടു, അതല്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അങ്ങനെയില്ല. അപ്പോൾ ഒരു വാർഷികധ്യാനത്തിൻ്റെ സമയത്ത് എന്നോട് എൻ്റെ പ്രൊവിൻഷ്യലാണ് ചോദിച്ചത്, ജോസി LLBക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ എനിക്കറിയില്ല, നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ജോസിയോട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വന്നത് എന്നറിഞ്ഞു കഴിഞ്ഞപ്പം അതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ 2 ഓപ്ഷനുണ്ട്, ഒന്നെങ്കിൽ MSc അല്ലെങ്കിൽ LLB. ഇത് 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് എന്താണ് ഈശോ പറയുന്നതെന്ന് എന്നോട് വന്ന് പറയാൻ പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് 2-3 ദിവസം ധ്യാനിച്ചതായിരുന്നു. ബാക്കി ദിവസങ്ങളിൽ നമ്മളിത് ഈശോ എന്നാ പറയുന്നത് നോക്കിയിരുന്നു. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ അധികാരിയിലൂടെ പറയുന്നത് എന്തോ അതനുസരിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനം, അനാഥർക്ക് പിതാവും അവരുടെ മാതാവിന് ഭർതൃതുല്യനുമായിരിക്കുക, നിൻ്റെ വാക്കുകൾ പാവപ്പെട്ടവരുടെ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത് മനോഹരമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഉണർവ് എൻ്റെ ഉള്ളിൽ തോന്നി, ദൈവമേ ഇതായിരിക്കുമോ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത വന്നു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സന്യാസ സമൂഹത്തിന് ഇപ്പോഴത്തെ ആവശ്യം എന്താണോ അതിനെന്നെ വിട്ടു. MSc ആണെങ്കിൽ MSc, LLB ആണെങ്കിൽ LLB. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമോ എന്ന് ചോദിച്ചു. തീരുമാനിച്ചു. അതിന് ഞാൻ ഏതാണേലും yes പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് പഠിക്കാൻ പോകുന്നതും. പിന്നീട് നടന്നത് എനിക്കറിയില്ല, നമ്മളിങ്ങനെ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക, പിന്നെ എല്ലാം കൂട്ടിച്ചേർന്ന് തന്നവരും എന്ന് പറയുന്ന പോലെയാണ്. എനിക്കതുപോലെയാണ് എൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ പിന്നീട് ഒരുങ്ങി വന്നത്. അതുകൊണ്ട് സുപ്പീരിയേഴ്സ് തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ കോടതിയിൽ ചെല്ലുമ്പോഴാണെങ്കിൽ ഇപ്പോൾ സിസ്റ്റർ മാത്രമാണ് ഇവിടെ ഞാൻ കാത്തലിക് ഇതെന്നുള്ളൂ. അപ്പോൾ ആ ഒരു വേർതിരിവോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ്? അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം തൊടുപുഴ ബാർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു അസോസിയേഷനാണ്. അപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ 8 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ 8 വർഷത്തിനിടയ്ക്ക് ഞാൻ പോയതിനിടയ്ക്ക് അങ്ങനെ ഒരാളും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണിത്, സിസിനെ പോലുള്ളൊരു ഭരണം. പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ എല്ലാ അഡ്വക്കേറ്റ്സിനും ഒരുപോലെ പൈസ വാങ്ങാതെ അങ്ങനെ ചെയ്യാനുള്ള, കാരണം അത് അവരുടെ പ്രൊഫഷനാണ്, അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ, എന്നാൽ ഒരു തരത്തിലും ചിലപ്പോൾ ഒപ്പിടാൻ പോലും അറിയത്തില്ലാത്ത ആ രീതിയിലുള്ള പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരെ എനിക്ക് തരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരെ ചേർത്ത് പിടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഇച്ചിരി പുച്ഛത്തോടെയൊക്കെ നോക്കുക, അയ്യേ ഇതാണോ എന്നൊക്കെ നമുക്ക് നോക്കും. പക്ഷേ എനിക്ക് ഈശോയെ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. അവസാനം അവർക്ക് പൈസ തരാനില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് നമുക്ക് പറയാനുള്ള ഒരു സാധ്യത വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പം നന്നായിട്ട് വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു സംതൃപ്തി പോലത്തെ ഉള്ളൊരു തൃപ്തിയാണ്. അപ്പോൾ തന്നെ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, എന്നെ ദൈവം ഇതിനു വേണ്ടി അങ്ങ് വെച്ചിരിക്കുന്നതാണ് എന്നുള്ളത്. കാരണം അതുപോലുള്ള അനുഭവങ്ങളാണ് ഈ 8 വർഷത്തെ ജീവിതം മുമ്പോട്ട് നോക്കുമ്പോൾ. പിന്നെ എൻ്റെ സന്യാസ സമൂഹം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 9 പേരാണ്, ഒരാളും കൂടി ഇപ്പോൾ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രിഗേഷൻ മുഴുവൻ 9 പേരാണ് അഡ്വക്കേറ്റ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചോദിക്കുകയാണ്, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നന്മ പ്രവൃത്തി സമൂഹത്തിന് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കമാണ്, എങ്കിൽ കൂടി ഇത്രയും പേര് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വളരെ വലിയൊരു കാര്യം സമൂഹത്തിന് ചെയ്യുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾക്ക് ഇത്രമാത്രം എന്നിട്ട് പറയുക, പഴി കേൾക്കേണ്ടി വരാം, ചീത്ത കേൾക്കേണ്ടി വരാം, മോശമായ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം? അതെന്തേ? അത് നിങ്ങളെന്തും പറയാം എന്നാണോ? അതായത് നിങ്ങൾ പറഞ്ഞാൽ ആരൊന്നും ചെയ്യില്ല, ഇവിടെ നാട് കത്തില്ല, ഹർത്താൽ ഉണ്ടാവില്ല, സിസ്റ്റേഴ്സല്ലേ അച്ഛന്മാരല്ലേ, അവരെന്തും വിളിക്കാം എന്ന ചിന്താഗതി നമ്മുടെ സമൂഹത്തിനുണ്ടോ? എനിക്ക് സന്തോഷമാണ് അതിന് മറുപടി പറയാൻ. കാരണം നമ്മളിപ്പോൾ കക്കുകളി എന്നുള്ള കക്കുകളി എന്നൊരു നാടകം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോഴും പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ആ ഒരു തീക്ഷ്ണതയെ ഒരാൾക്കും തല്ലിക്കെടുത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെ ആദ്യം ഞാൻ പറയുവാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, ഞങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് കിട്ടുന്ന കയ്യടിയോ അല്ല ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഞങ്ങളതിനെക്കുറിച്ച് ബോധേഡല്ല. പക്ഷേ
അങ്ങനെയാണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നത്. ഇപ്പം നിങ്ങൾ സിസ്റ്റേഴ്സ് ഇതിന് കുറച്ചുകൂടി മുമ്പ് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയാഞ്ഞിട്ടല്ല പറയാതിരുന്നത്, ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. കാരണം നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ജോലികളുണ്ട്, നമുക്ക് പാവപ്പെട്ട മനുഷ്യർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ വക കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോവുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധറേഷൻ അല്ലായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി, ഒരു തലമുറ കയറി വരുമ്പോൾ അവർ സന്യാസത്തെക്കുറിച്ച് തെറ്റായിട്ട് അവർ മനസ്സിലാക്കി വെക്കുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പേരൻസ് ഇതൊരു പരിധി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഒരു വിഷമം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളുടെ ഈ കോവിഡ് ടൈമിലൊക്കെയാണ് ആ വോയിസ് ഓഫ് നൺസ് ഒക്കെ നന്നായിട്ട് വന്നത്. സിസ്റ്റർ സോണിയ തെരേസും പിന്നെ അങ്ങനെ നന്നായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നവരും എല്ലാവരും കൂടി, എന്നാൽ സന്യാസത്തെ അത്രയധികം അള്ളിപ്പിടിച്ച് സ്നേഹിക്കുന്നവരുമായിട്ടുള്ള കുറേ പേരുടെ ഒരു സംഘടന, ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ഒരു സംഘടന ജാഗ്രതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തു. അതിനിടയിലാണ് ഈ കക്കുകളി നാടകം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടല്ലോ, ഞങ്ങൾ ആരോടും ഉള്ള ഒരു ദേഷ്യമോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളുകൊണ്ട് സ്നേഹിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യത്തെ വളരെ തെറ്റായിട്ടും മ്ലേച്ഛമായിട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്ത് ഇതിങ്ങനെയല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് തോന്നി. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർമേഷനിലിരിക്കുന്ന പിള്ളേർ നമ്മളോട് ചോദിക്കും, ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇതെന്താ നമ്മളൊന്നും മിണ്ടാത്തത് എന്തേ എന്ന് ചോദിച്ചാൽ അടുത്തൊരു തലമുറയോട് നമ്മൾ നിശബ്ദരായിട്ടിരുന്നതിനെക്കുറിച്ച് നമ്മൾ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമോ എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിനുള്ള ഉത്തരം പറഞ്ഞത്. അപ്പോഴും പറയാനുള്ളത്, നമ്മൾ ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചോ, നിങ്ങളെല്ലാവരും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കാണണം, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായിട്ട് കൊണ്ടുവരണം, പിന്നെ ഇപ്പം തന്നെ നിങ്ങൾ ഇത് മീഡിയ വഴി ഇങ്ങനെ പുറത്തു പോകുന്നത് അത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് സംഭവിച്ചതാണ്, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി ഞങ്ങളിത് ചെയ്യിക്കുന്നത് നിങ്ങൾ കാണണം കേട്ടോ, ഇത് അറിയിക്കണം കേട്ടോ, അങ്ങനെ പറയേണ്ടവരല്ല ഞങ്ങൾ. ഇത് നന്മ തനിയെ പ്രസരിച്ചുകൊള്ളും എന്നുള്ളൊരു ചിന്ത കൊണ്ട് സംഭവിച്ചതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ എന്നാൽ കക്കുകളി പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്രമണം ഉണ്ടായെന്ന് വെച്ചാൽ ആക്രമണമായിട്ടൊന്നുമില്ല. അങ്ങനെ ചില കമൻസ്, ഇപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ തന്നെ ചില കമൻസ് വായിച്ച് കുറേ ചിരിച്ചു, ചില സമയത്ത് ഉള്ളിലൊരു അസ്വസ്ഥത തോന്നി. പക്ഷേ അതെല്ലാം ഞാൻ ഇപ്പോഴും പറയും, ദൈവമാണ് എന്നെ അവിടെ കൊണ്ട് നിർത്തിയത്, അതല്ലാതെ എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ആ പ്രസംഗം ഒന്ന് എടുത്ത് കേട്ടത്. എനിക്ക് രണ്ടാമതൊന്ന് കേൾക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. അന്ന് തീർച്ചയായിട്ടും ഞങ്ങളായാലും മനസ്സുകൊണ്ട് സന്തോഷിച്ചു. കാരണം ഒരുപാട് സിസ്റ്റേഴ്സിനെ കുറിച്ച് വളരെ മോശമായി കേൾക്കുമ്പോൾ സഭയിലെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടായി. പക്ഷേ സിസ്റ്റേഴ്സിന് ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു യുവജനങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഇത് സിസ്റ്റേഴ്സ് സഹിക്കേണ്ടല്ലെന്ന് ചോദ്യം മറുഭാഗത്തുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈശോ പോലും നീ എന്തിനെന്നെ തല്ലിയെന്ന് തിരിച്ചു തല്ലിയില്ല, പക്ഷെ ചോദിച്ചു, നീ എന്തിനെന്നെ തല്ലിയെന്ന് ചോദിച്ചു. ആ ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എന്തായാലും ആരോപണങ്ങൾ വന്നോട്ടെ, അതിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ തെറ്റായ ഒരു സന്ദേശം പറയുമ്പോൾ ഇതാണ് സന്യാസം എന്ന്, ഞങ്ങളിവിടെ സന്യാസം ഇത്രയും പേര് 10,000-40,000 പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അത് ജീവിക്കാത്തവർ അവിടെ നിന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അപ്പനമ്മേനെ കുറിച്ച് കൂടപ്പരയെ കുറിച്ച് ഒന്നും അറിയാത്തൊരു കുറ്റം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഈ സന്യാസ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിനും കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മളിപ്പോൾ പട്ടാളക്കാരുടെ അടുത്ത് പോയി ചോദിക്കുമോ, എടാവേ ഇത് വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇട്ടുകൂടെ, ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ മുണ്ടെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ പോലീസുകാർ ഓൺ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബർമുഡയും മെനീനും ഇട്ട് പരേഡിന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പോലെ, കാരണം അത് ഞങ്ങൾക്കറിയാം, ഇത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ കോൺഗ്രിഗേഷനിൽ ഈ പറഞ്ഞ ഒരു ചോയ്സില്ല, ഇപ്പോൾ ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ അത് ഓരോ കോൺഗ്രിഗേഷൻ്റെ അനുസരിച്ച് ഡിഫറെൻറ്റ്. ഇപ്പോൾ സെക്കുലർ കോൺഗ്രിഗേഷൻ ആണെങ്കിൽ അവർക്ക് കളർ സാരി ഉപയോഗിക്കാം, സാരിക്ക് അനുസരിച്ചുള്ള ബ്ലൗസ് ഉപയോഗിക്കാം, പിന്നെ ചെറിയൊരു ചെയിനോ മോതിരോ അങ്ങനെ എന്തൊക്കെ അവർ ഇടാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ടെന്നേ, എനിക്ക് വേണ്ടാത്ത ഒരു സാധനം, അയ്യോ അത് സിസ്റ്ററിന് അത് പറ്റുന്നില്ലല്ലോ എന്ന് എന്നെ എന്തിനു നിർബന്ധിക്കുന്നത്? എനിക്ക് എൻ്റെ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇപ്പം എനിക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിരുന്നിട്ട് അപ്പുറത്തൊരാൾ കപ്പയും മീനും കഴിക്കുന്ന കാണുമ്പോൾ അതെന്നെ അങ്ങനെയെന്ന് ഞാൻ ചോദിക്കുന്നതിന് തുല്യമാണത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇന്ന് ഈ സമർപ്പിത ദിനത്തിൽ ബൈബിളിൽ പറയുന്ന പോലെ തനിക്കിഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. തീർച്ചയായിട്ടും തനിക്കിഷ്ടമുള്ളവരെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന വചനം അർത്ഥവത്താകുന്ന പല അനുഭവ സാക്ഷ്യങ്ങളാണ് ഇന്ന് നമ്മൾ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചപ്പോൾ നമ്മൾ കേട്ടത്. ഇത് ഈ 6 സിസ്റ്റേഴ്സിൻ്റെ മാത്രം അനുഭവമല്ല, ലോകം മുഴുവനുള്ള എല്ലാ സിസ്റ്റേഴ്സിനോടും ചോദിച്ചാലും അവർ പറയുന്നത് ഇതേ ഒരു അനുഭവമായിരിക്കും, തങ്ങളെ വിളിച്ച് എടുത്ത് ഉയർത്തിയ ഒരു അനുഭവം. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഇവരുടെ അനുഭവങ്ങൾ കേൾക്കായിരുന്നു. വളരെയധികം സന്തോഷം.
അതുപോലെ ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് പോലും നിങ്ങളിൽ നിന്ന് കിട്ടു. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും എന്ന ഉറപ്പ് തന്നെയാണ്. ഈ ഒരു സമർപ്പിത ദിനത്തിൽ ഇവരെ കേൾക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഒരു സന്തോഷമായിട്ട് ഞാൻ എടുക്കുകയാണ്. എന്തായാലും ഈ ഒരു സമർപ്പിത ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഈ 6 പേർക്കൊപ്പം ലോകത്തിലെ എല്ലാ കോണുകളിലുള്ള സമർപ്പിതർക്ക് എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സമർപ്പിത ദിനാശംസകൾ നേരുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.